ശ്രീമദ് ഭാഗവതം ക്ലാസ് 303. നമ്മളിന്ന് നോക്കുന്നത് സ്കന്ധം 11-ലെ 11-ാമത്തെ അധ്യായമാണ്. ഇത് ബന്ധമുക്ത സാധുലക്ഷണമാണ്. സാധുക്കളായവരെ, സാധു എന്ന് പറഞ്ഞാൽ സന്യാസി, മോക്ഷം പ്രാപിക്കാൻ നീങ്ങുന്നവർ, അവരുടെ എല്ലാം ലക്ഷണമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒന്നിലെ ശ്രീകൃഷ്ണൻ പറയുകയാണ്, ബദ്ധന്മാരും മുക്തന്മാരും എന്നിവ എനക്കധീനമായ സത്വാദി ഗുണങ്ങളോട് അധീനമായി സംഭവിക്കുന്നു. ഇതെല്ലാം സംഭവിക്കുന്നത് സത്വാദി ഗുണത്തിനോട് അധീനമായിട്ട്. സത്വാദി ഗുണം എന്ന് പറഞ്ഞാൽ സ്ഥായിയായി ഉറച്ച ഒരു നിൽപ്പിൽ നിൽക്കുന്നതാണ് സത്വാദി ഗുണം. അത് വിഷ്ണുവിൻ്റെ, ശ്രീകൃഷ്ണൻ്റെ അവസ്ഥയാണ്. യഥാർത്ഥ ശ്രീകൃഷ്ണൻ ആക്റ്റീവാണ്, എന്നാലും ശാശ്വതമായ ഒരു സ്ഥിതിക്ക് വേണ്ടി ലോകത്തെ ശാശ്വതമായ സ്ഥിരമായ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നില്ല. അപ്പം മുക്തി നേടി എന്ന് പറഞ്ഞതുകൊണ്ട് യഥാർത്ഥത്തിൽ സത്വാദി ഗുണത്തിനോട് അധീനമായി സംഭവിക്കുന്നു എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്ന എന്താണ്? മായ എന്ന് പറയുന്നത് മായ മൂവാകുന്നത്. നമ്മളൊരു മായയിലകപ്പെട്ട മാനിയേ ഉള്ളൂ. യഥാർത്ഥത്തിൽ രണ്ട് അവസ്ഥയും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ടൊരു വ്യത്യാസമില്ല. നമ്മളെ കണ്ണിൻ്റെ മായ എന്ന് മാറ്റുന്നു എന്നതിൽ കവിഞ്ഞ് എന്താണ് വ്യത്യാസം? അവിടെ എന്തെങ്കിലും മറ്റേതുമായിട്ട് മെർജ് ചെയ്യുന്ന ആവശ്യമൊന്നുമില്ല. കാരണം ആ ബ്രഹ്മം തന്നെയാണ് നാമായി മാറിയത്. പക്ഷേ ഒരു കണ്ണട വെച്ചിട്ടുണ്ട്, ആ കണ്ണട മാറ്റുന്നു. അപ്പോൾ എനിക്കെന്താ സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ ഒന്നും സംഭവിച്ചില്ല. എൻ്റെ കണ്ണട എടുത്ത് മാറ്റിയാലേ, മായ കണ്ണാടി എടുത്ത് മാറ്റിയാൽ എനിക്കെന്താ സംഭവിക്കുന്നു? യഥാർത്ഥത്തിൽ ഞാൻ ബ്രഹ്മം തന്നെയാണ്. പക്ഷെ ഒരു മായ കണ്ണാടി വെച്ചതുകൊണ്ട് എനിക്കിതെല്ലാം പലതായിട്ട് തോന്നുന്നു. ഒരു മഞ്ഞ കണ്ണാട വെച്ച് കഴിഞ്ഞാൽ കാണുന്നതെല്ലാം മഞ്ഞയായിട്ട് തോന്നും. അത് എൻ്റെ കുഴപ്പമില്ല, ഈ കണ്ണട ഉണ്ടാക്കുന്നതാണ്. ഒരു കറുപ്പ് കണ്ണാട വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല, ഇരുട്ട് മാതിരി തോന്നും. അതാരെ കുഴപ്പം? എൻ്റെയാണോ? അല്ല, ഈ കണ്ണാടി പോകുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ അത് സംഭവിക്കുന്നൊന്നുമില്ല. മോക്ഷം പ്രാപിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മായ എന്ന കണ്ണാടി എടുത്ത് മാറ്റുന്നു, അത്രയേ ഉള്ളൂ. ഞാൻ തന്നെ, ഞാൻ ബ്രഹ്മം തന്നെ. യഥാർത്ഥത്തിൽ അത് മായ മൂലമാകയാൽ എനിക്ക് ബന്ധനവും മോക്ഷവും ഒന്നുമില്ല. യഥാർത്ഥത്തിൽ അത് മായ മൂലം നമുക്കങ്ങനെ തോന്നുന്നതല്ലാതെ അതിന് ബന്ധനം, മോക്ഷം ഈ പറയുന്നതൊന്നും കാര്യമായിട്ട് ഒന്നും തന്നെയില്ല. യഥാർത്ഥത്തിൽ ഞാൻ തന്നെയാണ്. ഈ മായ കൊണ്ട് എനിക്കങ്ങനെ തോന്നുന്നതാണ്. വേറൊരു ഉദാഹരണം പറയുകയാണ് 2. സ്വപ്നം ബുദ്ധിയുടെ അസത്യമായ ദൃശ്യമാണ്. സ്വപ്നത്തിലും ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ട്. എങ്ങനെ? അസത്യമായ ദൃശ്യമാണ്. എന്തോ കാണുന്നു, ദൃശ്യമായിട്ട് കാണുന്നു, യഥാർത്ഥത്തിൽ ഉള്ളതല്ല, സത്യമല്ല. അപ്പോൾ ബുദ്ധി ഉറങ്ങുമ്പോൾ എന്തെല്ലോ കാണുന്നുണ്ട്, അത് സത്യത്തിലുള്ളതല്ല, വെറുതെ കാണിയാണ്. അതുപോലെ സംസാരവും സത്യമല്ല. അതുപോലെ ഈ പ്രപഞ്ചമുണ്ട് എന്ന് പറയുന്നത് സത്യമല്ല. ഈ ഭൗതിക ലോകം സത്യമല്ല. എന്തുകൊണ്ട്? സ്വപ്നത്തിൽ നമ്മൾ കാണുന്നത് സത്യമാണ്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? ബുദ്ധിയെല്ലാം പ്രയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ എന്തെങ്കിലും കാണുന്നത്. യഥാർത്ഥത്തിൽ അതില്ല. അതുപോലെ സംസാരം ഉണ്ടാകുന്നത് മായ വെച്ചുകൊണ്ടാണ്, മായ ഉള്ളത് കൊണ്ടാണ്. മായ നമ്മൾ എന്തെങ്കിലും വേറെ തരത്തിലാണ് നമ്മളെ ചിന്തകളെ പോക്കുന്നത്. അതുകൊണ്ട് ആ മായ എങ്ങനെ നീങ്ങിക്കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ, നിസ്സാരമായ ഒരു കാര്യമാണ്. യഥാർത്ഥത്തിലേക്ക് കാണുന്നൊന്നും സത്യമല്ല. സ്വപ്നം സത്യമല്ലാത്ത പോലെ ഇതും സത്യമൊന്നുമല്ല. ഇത് മായ കൊണ്ട് നമുക്ക് തോന്നുന്നതാണ്.
ജനനം, ശോകം, മോഹം, സുഖം, ദുഃഖം, ജനനം. ശോകം, മോഹം, സുഖം, ദുഃഖം, ജനനം എന്നിവയെല്ലാം മായയുടെ കാരണത്താലാണ് സംഭവിക്കുന്നത്. സ്വപ്നത്തിൽ നമ്മൾ എന്തെല്ലാമോ കാണുന്നത്, അതുപോലെ ഈ മായയാലാണ് നമുക്ക് സുഖവും ശോകവും ദുഃഖവും ജനനവും എല്ലാം ഉള്ളതായിട്ട് തോന്നുന്നത്. എന്നിട്ട് കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയുകയാണ് 3 വിദ്യ, അവിദ്യ എന്നിവ ജീവന്മാർക്ക് മോക്ഷത്തിനും ബന്ധനത്തിനും കാരണമാകുന്നു. വിദ്യ എന്നത് മോഡേൺ സയൻസ്, ആധുനിക സയൻസ്. നമ്മൾ ആ ലോകത്തിൽ, ഭൗതിക ലോകത്തിലാണ് ജീവിക്കുന്നത്. മോഡേൺ സയൻസ്, റോക്കറ്റെല്ലാം ഉണ്ടാക്കിയിട്ട് നമ്മൾ ആകാശത്തിലെല്ലാം പോവുകയാണ് സയൻസ് എല്ലാത്തിൻ്റെ സഹായത്താൽ. അത് വിദ്യ. അത് ബന്ധനത്തിനിടാക്കും. ആധുനിക ലോകത്തിൽ ജീവിക്കുമ്പം ബന്ധനങ്ങളുണ്ട്. ഭാര്യ, ഭർത്താവ് ഇവരുമെല്ലായിട്ട് ബന്ധമുണ്ട്, ബോസുണ്ട്, കീഴെ നിൽക്കുന്ന ജീവനക്കാരുണ്ട്. ഇങ്ങനെയെല്ലാം ബന്ധനത്തിനിടയാക്കുന്നുണ്ട്. എന്നാൽ അവിദ്യ എന്നത് ശാസ്ത്രജ്ഞന്മാർ അതിൻ്റെ അപ്പുറം കാണാതെ ഏതിൽ നിന്നാണോ പ്രപഞ്ചമുണ്ടായത് ആ വിദ്യയെ ശാസ്ത്രജ്ഞന്മാർക്ക് മനസ്സിലായിട്ടില്ല. അതാണ് അവിദ്യ, പാരാസയൻസ്. അതിവിടെ ഈ ഭൗതിക ലോകത്തിലുള്ള ഒന്നും സത്യമല്ല. അതുകൊണ്ടാണ് ശാസ്ത്രലോകം അങ്ങോട്ടേക്ക് കിടക്കുമ്പോൾ അവർക്കൊന്ന് തോന്നി ഇതുവരെ നമ്മൾ കണ്ട കാര്യങ്ങളെല്ലാം മണ്ടത്തരമായിട്ട് തോന്നുകയാണ്. അതുകൊണ്ടാണ് അവർ അതെല്ലാം കളഞ്ഞു കെട്ടിയിട്ട് പിന്നെ അങ്ങോട്ട് പോയില്ല. കാരണം ഇതുവരെ എന്താണോ പറഞ്ഞത് അവിടെ എത്തുമ്പോൾ ഇതൊന്നും ബാധകമല്ല, ഇതെല്ലാം പൊളിയാണ്. ഈ സത്യം, നമ്മൾ നോബൽ പ്രൈസ് വാങ്ങിയ സത്യങ്ങളെല്ലാം തെറ്റായി അനുഭവപ്പെടുകയാണ് അതിൻ്റെ അപ്പുറം. ഉദാഹരണമായിട്ട് ആധുനിക സയൻസിൻ്റെ ഒരു തത്വം എന്താണെന്ന് വെച്ചാൽ 10 കിലോ അരി ഉണ്ടെങ്കിൽ അതിൻ്റെ 1 കിലോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ 9 കാണാൻ പാടുള്ളൂ. അതിൽ നിന്ന് സയൻസിന് മാറ്റമില്ല. പക്ഷേ അപ്പുറം കിടക്കുമ്പം 10 കിലോ അരിയിൽ നിന്ന് 1 കിലോ എടുത്തു കഴിഞ്ഞാൽ പിന്നെയും 10 ശേഷിക്കും. ഇത് കണ്ടപ്പോൾ അവർക്ക് തോന്നി ഈ പരിപാടി നടക്കില്ല, അതുകൊണ്ട് അവർ കളഞ്ഞു. അപ്പം അതാണ് ആത്മാവ്. പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ ആ ശക്തി വിശേഷത്തിന് രൂപവുമില്ല, ഭാവവുമില്ല. അതിൽ നിന്ന് എത്ര എടുത്താലും അത് അതേപോലെ ശേഷിക്കും. അത് ചെറുതിൽ ചെറുതാണെന്ന് ചോദിച്ചാൽ ഏറ്റവും ചെറുതാണ്, വലുതിൽ വലുതാണെന്ന് ചോദിച്ചാൽ ഏറ്റവും വലുതാണ്. അത് അനങ്ങാണ്ടിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അനങ്ങാണ്ടിരിക്കുന്ന, അത് ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സഞ്ചരിക്കുകയാണ്. ഇങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സയൻസിന് എങ്ങനെ അർത്ഥമുള്ളത്? അതുകൊണ്ട് ശാസ്ത്രജ്ഞന്മാരെ കളഞ്ഞു കെട്ടിപ്പോയി, അത്രയേ ഉള്ളൂ. ഋഷികൾ പറഞ്ഞ് അത് വേറൊരു സയൻസാണ് വിദ്യ. അവിദ്യ മോഡേൺ സയൻസ് ബന്ധനത്തിനിടയാക്കും. വിദ്യ എന്നത് മോക്ഷത്തിനും ഇടയാക്കും. എൻ്റെ ജീവൻ, എൻ്റെ അംശമായ ജീവാത്മാവ് തന്നെയാണ് അവിദ്യയാൽ ബന്ധനത്തിനും വിദ്യയാൽ മോക്ഷത്തിനും കാരണമാകുന്നത്. അപ്പോൾ എൻ്റെ അംശം, ആ നിർഗുണമായ ബ്രഹ്മത്തിൻ്റെ ഒരംശം തന്നെയാണ് നമ്മളായി മാറുന്നത്. പക്ഷേ നമ്മൾ വിദ്യയാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ബന്ധനത്തിലകപ്പെടും. ഈ മോഡേൺ സയൻസ് എടുത്താൽ, ഭൗതിക ലോകത്തിലെ സയൻസിനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ബന്ധനങ്ങളുണ്ട്. അതല്ല ഇതെല്ലാം വിട്ടിപ്പോൾ ഈ സയൻസ് ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് മറ്റേത് മതി എന്ന് പറഞ്ഞിട്ട് വിദ്യയിലേക്ക് പോയാൽ, അവിദ്യ എടുക്കുകയാണെങ്കിൽ ബന്ധനം മോഡേൺ സയൻസ്. വിദ്യയിലേക്ക് പോകുക, അതായത് ആത്മാവ്, അതിന് രൂപവും ഭാവവുമില്ല, അതിന് അളവുമില്ല, എടുത്താലും ശേഷിക്കും എന്നെല്ലാമുള്ള സയൻസ് വെച്ചാണോ നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് മോക്ഷം പ്രാപിക്കും. അപ്പോൾ നമ്മളെ മനസ്സിൽ ഭേദഭാവങ്ങളില്ല, എല്ലാം ബ്രഹ്മമായിട്ട് പോകും. ഇനി 5, ഇനി ഓരോന്നിനും വിരുദ്ധമായ ജീവാത്മാവിനെയും പരമാത്മാവിനെയും സംബന്ധിച്ച ബന്ധം, മുക്തി എന്നിവയെപ്പറ്റി പറയാം. അപ്പോൾ 2 എണ്ണമുണ്ട്, ജീവാത്മാവും പരമാത്മാവും. അവിദ്യയിൽ വരുന്നതാണ്, മോഡേൺ സയൻസിൽ വരുന്നതാണ് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടതിനാണ് ജീവാത്മാവ് എന്ന് പറയുന്നത്.
ജീവാത്മാവ് അതാണ് നമ്മൾ. അതിന് ഞാൻ എൻ്റേത് എന്ന ചിന്തയുണ്ട്. ചെയ്യുന്നതെല്ലാം ഞാൻ അനുഭവിക്കുന്നു. ആ ഞാനിനാണ് ജീവാത്മാവ് എന്ന് പറയുന്നത്. എന്നാൽ അത് നഷ്ടപ്പെടുമ്പോഴുള്ള ആത്മീയതയിലേക്ക് എത്തിച്ചേർന്നാലുള്ളപ്പോൾ ഈ ജീവാത്മാവില്ല. യഥാർത്ഥത്തിൽ നിർഗുണമായ സംഗതിയുള്ളൂ. അതാണ് പരമാത്മാവ്. അപ്പം ഇതിനെപ്പറ്റി ഇനി വ്യക്തമായിട്ട് പറഞ്ഞു തരാമെന്ന് പറയുകയാണ്. ഈ ജീവാത്മാവും പരമാത്മാവും അത് രണ്ടും വൈരുദ്ധ്യമാണ്. ഒന്നിൽ നിന്നും വളരെ വ്യത്യാസമാണ്. മോഡേൺ സയൻസും അതിനു മുമ്പിലുള്ള ബ്രഹ്മത്തെ പറ്റിയുള്ള സയൻസും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇതിലെ നിയമങ്ങൾ അവിടെ ഉപയോഗിച്ചുകൂടാ, അവിടുത്തെ നിയമങ്ങൾ ഇവിടെ ഉപയോഗിച്ചുകൂടാ. ഇന്ത്യയിലെ നിയമങ്ങളിൽ വെച്ച് അറബി രാഷ്ട്രങ്ങളിൽ പോയിട്ട് വാദിക്കാൻ പാടില്ല. വാദിച്ചുകൊണ്ട് കാര്യമില്ല. അറബി നാട്ടിലെ നിയമം വെച്ചിട്ട് ഇവിടുത്തെ കോടതിയിൽ വായിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. അതുപോലെ മോഡേൺ സയൻസ് അല്ലെങ്കിൽ അവിദ്യ ഭൗതിക ലോകത്തിലേക്കുള്ള നിയമങ്ങളാണ്. പക്ഷെ ആ നിയമം അതിനു മുമ്പിലുള്ള ബ്രഹ്മത്തിന് ബാധകമല്ല. പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ ആ സംഗതിക്ക് പരമാത്മാവിനെ, അതിനാണ് പരാസയൻസ് എന്ന് പറയുന്നത്, അതുമായിട്ട് അവിടെ ആ നിയമം ബാധകമല്ല. അപ്പോൾ ഈ ജീവാത്മാവും പരമാത്മാവും ഒന്നിനെന്ന് പിരിഞ്ഞു പോകാതെ രണ്ട് പക്ഷികളെപ്പോലെ. അപ്പം നമ്മുടെ ശരീരത്തിൽ രണ്ടെണ്ണമുണ്ട്. ഒന്ന് ആ ശ്രീഹരിയാവുന്ന പരമാത്മാവ്, മറ്റേത് ഞാനാകുന്ന ജീവാത്മാവ്. ഞാൻ ഭൗതിക ലോകത്തിലാണ് ജീവിക്കുന്നത്. പരമാത്മാവ്, അതായത് ജീവാത്മാവ്, പരമാത്മാവ് എന്ന് പറയുന്നത് അതിൽ ഒരു ന്യൂട്രലായിട്ട് അങ്ങനെ ചുമ്മാ ഇരിക്കുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ ശ്രീഹരി. ഏതുപോലെ എന്നാൽ ഇന്ത്യൻ ഭരണഘടനയുണ്ട്, വലിയൊരു പുസ്തകം, ഇന്ത്യൻ ഭരണഘടന. അതിൽ സിവില്, ക്രിമിനല് എല്ലാ കാര്യങ്ങളുമുണ്ട്. അതിലില്ലാതായിട്ടൊന്നുമില്ല. അപ്പം ആ പുസ്തകം കോടതിയുടെ ഒരു മൂലക്കട വെച്ച് അതെടുക്കാൻ അത് ഉപയോഗിക്കില്ല. പിന്നെ സിവിൽ കോടതിയാണെങ്കിൽ അവിടുത്തെ അതിനുള്ള സിവിൽ മാത്രം എടുത്തിട്ടൊരു ബുക്കുണ്ട്. അതാണ് സിവിൽ കോടതിയിൽ ഉപയോഗിക്കുക. ക്രിമിനൽ കോടതിയിൽ അതിൻ്റെ അകത്ത് ക്രിമിനൽ കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്നിനേക്കായിട്ട് അതിൻ്റെ നിന്ന് കുറച്ചുള്ളത് എടുത്തിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് ജീവാത്മാവ് എന്ന് പറയുന്നത്. അപ്പം പരമാത്മാവ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചവുമായിട്ട് എല്ലാം ബന്ധപ്പെട്ട ടോട്ടൽ പ്ലാനാണ്. നമ്മൾ ഒരു കമ്പനിക്ക്, ഒരു വീട്ടിനൊരു പ്ലാൻ ഉണ്ടാവും. കമ്പനിക്കും ഉണ്ട് മാസ്റ്റർ പ്ലാൻ എന്ന് പറയും. വീട്ടിലും ഒരു പ്ലാൻ ഉണ്ടാവും. ശമ്പളം കിട്ടുന്നെന്ന് ശരി, ലോൺ അടക്കം, ഇലക്ട്രിസിറ്റിക്ക് ഇത്ര, മറ്റേതിത്ര, അടുക്കളയിലേക്ക് ഇത്ര എന്ന് പറയും. അപ്പം ഭാര്യയ്ക്ക് അടുക്കളേൻ്റെ കാര്യത്തിലേ താല്പര്യമുള്ളൂ. അപ്പം അവർക്കൊരു ബഡ്ജറ്റിൻ്റെ തുകയുണ്ട് ഇത്ര, അതങ്ങ് കൊടുത്തേക്കോ, അതിനനുസരിച്ച് അവൾ പ്ലാൻ ചെയ്യുക അവിടുത്തെ കാര്യം. അല്ലാതെ ഇലക്ട്രിസിറ്റിയോ മറ്റേതൊന്നും അതൊന്നും എൻ്റെ വകുപ്പപ്പെടുന്നതല്ല. അപ്പം ഈ ടോട്ടൽ ബഡ്ജറ്റ് ചുമ്മാ വയ്ക്കുകയുള്ളൂ. എന്നിട്ട് ഓരോ ആളും അവരവർക്ക് ബാധകപ്പെട്ട പ്ലാൻ എടുക്കും. അതാണ് ഫങ്ഷൻ ചെയ്യുന്നത്. മറ്റേതവിടെ വെറുതെ ചുമ്മാ വയ്ക്കുകയുള്ളൂ ബഡ്ജറ്റ്. അതുമാതിരി ഒരു സ്ഥാപനത്തിൽ ബഡ്ജറ്റ് ഉണ്ടാവും, ആനുവൽ ബഡ്ജറ്റെല്ലാം ഉണ്ടാവും. പക്ഷേ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് അവരുടേതായ ബഡ്ജറ്റ് എടുക്കണം. അതിൻ്റെ ഒരു അംശം അത് പ്ലാനിങ് ബഡ്ജറ്റ്, മാർക്കറ്റിംഗ് ബഡ്ജറ്റ്, ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടാണ്. അതുപോലെ പ്രപഞ്ചം മുഴുവനുള്ള ബഡ്ജറ്റിനാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. അതിൽ ഞാനെന്ത് ജോലി ചെയ്യണോ അതിനുള്ള ഒരു ചെറിയ ബഡ്ജറ്റുണ്ട്. അതാണ് എൻ്റെ ജീവാത്മാവ്. അങ്ങനെ ഓരോ ആൾക്കും അവരവരുടേതായ ജീവാത്മാവുണ്ട്. അപ്പം ഈ ബുക്ക് പരമാത്മാവെന്ന ടോട്ടൽ പ്രപഞ്ചത്തിൻ്റെ ബഡ്ജറ്റ് അതിൻ്റെ അകത്ത് ചുമ്മാ കിടക്കുന്ന ഒരു പക്ഷിയാണ്. അതങ്ങനെ നിൽക്കും. ഇത് എടുത്തുപയോഗിക്കുന്നത് ഞാൻ എന്ന ചിന്ത വെച്ച് ഉപയോഗിക്കുന്നതിനാണ് ജീവാത്മാവ് എന്ന ബഡ്ജറ്റ്. അതാണ് ഞാൻ അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് രണ്ട് പക്ഷികൾ
മരത്തിൽ മായയാൽ നിർമ്മിച്ച ഹൃദയത്തിൻ്റെ കൂട്ടിൽ ഇരിക്കുന്നുണ്ട്. ഹൃദയമാകുന്ന കൂട്ടിൽ 2 പക്ഷികളുണ്ട്. ഒരു പ്ലാന് ലോകത്തിൻ്റെ പ്ലാൻ, അത് പരമാത്മാവ്, അതൊരു പക്ഷി, അങ്ങനെയാണ് ചുമ്മായിരിക്കും. അതിൽ നിന്നും പ്രമോദിനെ എന്തിനു സൃഷ്ടിച്ചോ ആ പ്രമോദ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അടങ്ങുന്ന ഒരു ചെറിയ ബഡ്ജറ്റുണ്ട്. അതാണ് ഞാൻ എന്ന ബഡ്ജറ്റ്, അതാണ് ജീവാത്മാവ്, അതാണ് യഥാർത്ഥത്തിൽ ആ പക്ഷി, രണ്ടാമത്തെ പക്ഷി. ജീവാത്മാവെന്ന പക്ഷി അത് ഈ കൂട്ടിലിരിക്കുകയാണ്, ഹൃദയം എന്ന കൂട്ടി. ഇതെല്ലാം ഭാവനയെ കാണാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ്. എന്നിട്ട് ഈ 2 പേരിൽ ഒരുവനായ ജീവാത്മാവ്, അതായത് ഞാനെന്ന വ്യക്തി, അശ്വത്ഥമെന്ന വൃക്ഷമാകുന്ന ശരീരത്തിൻ്റെ കർമ്മഫലങ്ങളെ അനുഭവിക്കുന്നു. എന്നെ ഒരു വൃക്ഷമായിട്ട് ഉപമിച്ചുകൊണ്ട് അതിൻ്റെ കർമ്മഫലമെല്ലാം ഞാൻ അനുഭവിക്കുന്നു, ആ പക്ഷി അനുഭവിക്കുന്നു, അതായത് ഞാൻ അനുഭവിക്കുന്നു, ആ പരമാത്മാവ് അനുഭവിക്കുന്നു. അതവിടെ ചുമ്മാ കിടക്കുകയാണ്. പരമാത്മാവായ മറ്റൊരു പക്ഷി നിരാഹാരം ഇരിക്കുകയാണ്. അത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും തിന്നുകയും കുടിക്കുകയൊന്നുമില്ല, അതങ്ങനെ അവിടെ നിൽക്കുകയുള്ളൂ. കോടതിയിൽ ടോട്ടൽ നിയമങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകം എവിടെയെങ്കിലും മൂലക്കുണ്ടാവും. വാദിക്കാനെടുക്കുന്ന ആ ക്രിമിനൽ കോടതിയാണെങ്കിൽ ക്രിമിനൽ ഭാഗം മാത്രമുള്ള ബുക്ക് അവിടെ അത് വെച്ചിട്ടാണ് വാദിക്കുകയും എന്തെല്ലാം ചെയ്യുക എന്ന് വെച്ചാൽ അത് വെച്ചിട്ടാണ് ചെയ്യുക. അതുപോലെ എൻ്റെ ജീവാത്മാവെന്ന പക്ഷി, ഞാനാകുന്ന പക്ഷി, അതിൻ്റെ പ്ലാൻ അനുസരിച്ച് അനുഭവിക്കുകയും സുഖിക്കുകയും ദുഃഖിയെല്ലാം ചെയ്യുന്ന മറ്റേതവിടെ ചുമ്മാ കിടക്കുന്നു. പക്ഷെ അതിലുള്ളതിനനുസരിച്ചാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമുക്കതിൻ്റെ അത് മാറാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ക്രിമിനൽ ബുക്കിലുള്ള കാര്യത്തിൽ അവർക്ക് മാറിപ്പോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് ഇതിൻ്റെ അകത്തുള്ളതാണ്, ടോട്ടലിലുള്ളതാണ്. അപ്പോൾ അതിലുള്ളത് എഴുതി വെച്ചതിൻ്റെ ഒരംശം കൊണ്ട് എടുത്തതെന്നേ ഉള്ളൂ. ഇതിന് സ്വാതന്ത്ര്യമൊന്നുമില്ല. അവിടെ തീരുമാനിച്ച് തന്നെയാണ് ഇത് ചെയ്യുക. അപ്പോൾ ശ്രീഹരി തീരുമാനിച്ച് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ആ പക്ഷി സ്വയം പ്രകാശവാനാണ്. കാരണം അതൊന്നും അനുഭവിക്കാതെ, ഒന്നും തിന്നാതെ കുടിക്കാതെ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അവൻ സ്വയം പ്രകാശവാനാണ്. അതിന് അതിൻ്റെ സഹായമൊന്നും ആവശ്യമില്ല. കർമ്മഫലം അനുഭവിക്കാത്ത പരമാത്മാവ് എന്ന പക്ഷി തന്നെയും ജീവാത്മാവിനെയും അറിയുന്നു. ആ ഉള്ളിലുള്ള പരമാത്മാവ് എന്ന പ്ലാനിന് എന്നെ, ഈ ജീവാത്മാവിനെ അറിയാം, ഈശ്വരനെ അറിയാം. കാരണം അതെല്ലാം അറിയുന്നതാണ്. കാരണം കോടതിയിലുള്ള ടോട്ടൽ നിയമപുസ്തകം എന്ന് പറയുന്നതിന് എല്ലാ കാര്യത്തെയും ലോകത്തിലുള്ള എല്ലാം അറിയുന്ന പാർട്ടിയാണ് ഇത്. അതിൻ്റെ അകത്ത് തന്നെ വന്നതാണ് ഈ ക്രിമിനൽ ലോവിനെ പറ്റി. അതിനൊക്കെ എല്ലാത്തിനെയും അറിയാം. അപ്പോൾ കർമ്മഫലം അനുഭവിക്കുന്ന പരമാത്മാവിനെ തന്നെയും ജീവാത്മാവിനെയും അറിയുന്നു. അനുഭവിക്കാത്ത, അതായത് പരമാത്മാവിനെ എല്ലാം അറിയാം. കർമ്മഫലം അനുഭവിക്കുന്ന ജീവാത്മാവിന് എന്നെയും അറിയില്ല, പരമാത്മാവിനെ അറിയില്ല. അതായത് എനിക്ക്, ഞാനാകുന്ന ജീവാത്മാവിന് യഥാർത്ഥമായ ഞാൻ എന്താണ് എന്നും അറിയില്ല. ആ അതിൻ്റെ പിന്നിലൊരു ശക്തി ഇരിക്കുന്നുണ്ട്, അതിനെപ്പറ്റി അതിനൊരു ബോധവും ഇല്ല. ഇതാണ് വ്യത്യാസം. അതിനാൽ അവിദ്യയോടുകൂടിയായി, അപ്പോൾ ഈ ജീവാത്മാവ് ഈ ഭൗതിക ലോകത്തിലാണ് ജീവിക്കുന്നത്. ആ സയൻസിനാണ് അവിദ്യ എന്ന് പറയുന്നത്. അപ്പം അവിദ്യയോട് കൂടിയാൽ ബന്ധിതനാണ്. അവൻ ബന്ധങ്ങളകപ്പെടും, ബന്ധനത്തിലകപ്പെടും. ഞാൻ, എൻ്റേത്, മറ്റുള്ളവർ, ബന്ധുക്കൾ എന്നുള്ള ചിന്തയെല്ലാം വരും. എന്നാൽ ജ്ഞാനസ്വരൂപമായ പരമാത്മാവ് മുക്തനാണ്. അതിന് ആരുമായിട്ടൊരു ബന്ധവുമില്ല, അതങ്ങനെ ചുമ്മാ ഇരിക്കുകയാണ്. നിങ്ങളിവിടെ ഇരുന്ന് എന്ത് കാട്ടിക്കൂട്ടിയാലും അതിനൊരു കാര്യമില്ല. ഉദാഹരണമായിട്ട് നമ്മളെ വീട്ടിലെ ഒരു ബഡ്ജറ്റ് ഉണ്ടാവില്ല, ശമ്പളം, ആദ്യം വരുന്ന ശമ്പളം, അതാണ് ബഡ്ജറ്റ്. അതിൽ നിന്ന് കുറച്ച്, ഇപ്പോൾ 1 കോടി അല്ലെങ്കിൽ 1 ലക്ഷം,
ഇതിൽ ഒരു 10,000 ഒരു 10,000 എടുക്കാം ശമ്പളം, ടോട്ടൽ ശമ്പളം 10,000. അതിന് 3,000 രൂപ ഭാര്യയ്ക്ക് വിട്ടു കൊടുത്തതിന് അടുക്കള ചെലവിന്. അവരവിടെ എന്ത് കിടന്നിട്ട് തിരിമറിയാക്കിയാലും ഇതിനതിലൊരു താല്പര്യമില്ല. ഈ 10,000 മാറില്ല, അത് സ്ഥിരമാണ്. അതിനതൊന്നും അറിയണ്ട. നിങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് 2,000 ചിലവിന് അടുക്കളയിലേക്ക്. അവരവിടെ കഞ്ഞി വെച്ച് കുടിക്കുകയോ ഒരു ദിവസം ബിരിയാണി വെച്ചിട്ട് പിറ്റേത്തെ ദിവസം പട്ടിണി കിടന്ന് പിറ്റേത്തെ ദിവസം ബിരിയാണി ഇങ്ങനെയെല്ലാം വെച്ച് തിന്നിയാണെങ്കിലും ഈ 10,000-ൻ്റെ ഉടമക്ക് അതൊന്നും അറിയണ്ട. നിങ്ങളുടെ അടുക്കളയിൽ നിന്ന് എന്ത് ചെയ്താലും വേണ്ടിയില്ല. പക്ഷേ ഇങ്ങേർക്കറിയാം ഇങ്ങേരെന്താണ് ആ 10,000 കൊണ്ട് ചെയ്യുന്നതെല്ലാം നോക്കിക്കൊണ്ടിരിക്കും, നീ എന്താ ചെയ്യുന്നത്. പക്ഷേ ഈ 10-ൽ 2 കൊടുത്തിരിക്കുന്നത്, 2-ൽ നിന്ന് കടക്കാൻ അനുവദിക്കില്ല. നീ ചെയ്യുന്നതെല്ലാം അതിൻ്റെ അകത്ത് വെച്ചിട്ട് ചെയ്തു. അപ്പോൾ നിയന്ത്രണം, അതിൻ്റെ വീക്ഷണം എല്ലാം ഉണ്ട്. ഈ പണത്തിനനുസരിച്ച് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുമോ അപ്പോഴൊന്നും കടക്കാൻ പറ്റില്ല. പിന്നെ വാദത്തിന് കടം വാങ്ങുക, അടുത്ത വീട്ടിൽ നിന്ന് കടം വാങ്ങുക, ഇതെല്ലാം കാണും. പക്ഷേ ഈ പ്ലാനിൽ അതൊന്നും നടക്കില്ല. നമ്മളെ കാര്യത്തിൽ കുറേ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം ഉണ്ട്. ഈ 10,000 വെച്ചാലും ഭർത്താവാണ് ജോലിക്ക് പോകുന്നതെങ്കിൽ ഭർത്താവ് പോയിട്ട് വരുമ്പോഴേക്കും ഇതിനകത്തുനിന്ന് എടുത്തിട്ട് തിരുമറി അത് ഞാൻ എടുത്ത് മറ്റേൻ്റെ അടുത്ത് എന്നെല്ലാം പറയും. പക്ഷേ ഈ കാര്യത്തിൽ അത് നടക്കില്ല. പറഞ്ഞ് അവിടെ ഒരു അടുക്കളയിൽ എന്ത് ചെയ്യണമെന്ന് പോലും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. രാവിലെ 2 ദോശ എല്ലാവർക്കും, ഉച്ചക്ക് കഞ്ഞി, വൈകുന്നേരം 2 ദോശ, ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ നിന്ന് മാറാൻ പറ്റില്ല. അത്രയും സ്ട്രിക്റ്റാണ് മുകളിൽ നിന്ന് എഴുതി വെക്കുന്നത്. ഓരോ ദിവസം ഇന്ന മതി, അതിൻ്റെ അപ്പുറം വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറം വേണ്ട. പക്ഷെ വീട്ടിലത് നടക്കില്ല. പക്ഷേ ഈ പരമാത്മാവ് എഴുതി വെച്ച് കഴിഞ്ഞാൽ എന്നെ സൃഷ്ടിച്ച് എന്തിനാണോ ആ കർമ്മം എഴുതി വെച്ചിട്ടുണ്ട്, അതാണ് എൻ്റെ ബഡ്ജറ്റ്. ജീവാത്മാവ് ഞാനത് ചെയ്തേ പറ്റൂ, അതിൽ നിന്ന് മാറാൻ എനിക്ക് പറ്റില്ല. അപ്പം ഞാൻ ബന്ധനസ്ഥനാണ്, മറ്റേത് മുക്തനാണ്. അതിനാരെയും പേടിക്കണ്ട. ജ്ഞാനി ശരീരത്തിൽ ഇരിക്കുന്നുവെങ്കിലും, അപ്പം ജ്ഞാനി എന്ന് പറയുന്ന ഒരു വ്യക്തി ജ്ഞാനിയാവുകയാണ്. അവൻ ബന്ധനത്തിൽ നിന്നെല്ലാം മുക്തമായി ആ പരമാത്മാവിനെ മനസ്സിലാക്കി ഇരിക്കുകയാണെങ്കിൽ, അവൻ ശരീരത്തിൽ ഇരിക്കുകയാണെങ്കിലും, അവൻ ഈ ശരീരത്തിൽ തന്നെയാണ് ഇരിക്കുന്നതെങ്കിലും സ്വപ്നത്തിലെ പോലെ, സ്വപ്നത്തിൽ നിന്നും ഉണർന്നവനെ പോലെയാണ്. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നവൻ മറ്റേനൊന്നും കാര്യമാക്കിയിടെ വെറും സ്വപ്നമാണ് എന്ന് വെച്ച് കളയും. അവനെപ്പോലെയാണ് ജ്ഞാനി. സ്വപ്നത്തിൽ നിന്നും ഉണർന്നവനെ പോലെയാണ്. അതിന് നല്ല ബോധമുണ്ട്. രാത്രി കണ്ടാലും വെറുതെ എന്തല്ലോ നമ്മളെ പേടിപ്പിക്കുകയാണ്. അതുകൊണ്ട് അവനതിലൊന്നും ചിന്തിക്കുകയില്ല. എന്നാൽ അജ്ഞാനി സ്വപ്നത്തിൽ ഇരിക്കുന്നതിനെ പോലെയാണ്. അജ്ഞാനി സ്വപ്നത്തിലുള്ള സമയത്തുള്ളതാണ് അജ്ഞാനി. അവൻ സ്വപ്നത്തെ കാണുന്നതിനനുസരിച്ച് ടെൻഷൻ, ഇതാ എന്നെ പുലി പിടിക്കാൻ വരുന്നു, ഓട്ടം. പക്ഷെ ഓടാൻ പറ്റുന്നില്ല, കാല് ഒട്ടക്കുകയാണ്. നല്ലുള്ള സ്വപ്നം എല്ലാവർക്കും കാണുക. അപ്പോൾ ആ അവസ്ഥയിലുള്ളവനാണ് അജ്ഞാനി. അതുപോലെ അജ്ഞാനി മായയിലകപ്പെട്ടിട്ട് സുഖദുഃഖങ്ങൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. ദേഹത്തെയാണ് അദ്ദേഹം ഈശ്വരനായിട്ട് കാണുന്നത്. ദേഹത്തിൽ ഈശ്വരനെ അവനെ കാണുന്നില്ല. അതിൻ്റെ അകത്തുള്ള യഥാർത്ഥ ഈശ്വരനെ അവനെ കാണാതെ അവൻ സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്നു. ഇനി 9. യാതൊരാൾ ഇന്ദ്രിയാദികളിൽ ശബ്ദം മൂലം അവ കേൾക്കുമ്പോൾ ഞാൻ ഗ്രഹിക്കുന്നു എന്ന് അഹങ്കരിക്കാതെ വികാരരഹിതനായിരിക്കുന്നു അവൻ ജ്ഞാനിയാണ്. അപ്പം ജ്ഞാനിയുടെ ഒരു ലക്ഷണം എന്താണെന്ന് വെച്ചോ, ഇന്ദ്രാദികളിലെല്ലാം കാണും. എന്തെങ്കിലും ഒരു സാധനം കാണുകയാണ്, അതാ ഒരു ആളയിലേ പോകുന്നു. അതെൻ്റെ മനസ്സിൽ കാണുമ്പോൾ ഞാൻ ജ്ഞാനിയാണെങ്കിൽ ഞാനത് കണ്ടു എന്ന അഹങ്കരിക്കാതെ, എനിക്ക് അഹങ്കാരമില്ല, കണ്ടു എന്ന അഹങ്കാരമില്ല. എന്തോന്ന് തലയിൽ വീണിട്ടുണ്ട്, പക്ഷെ എനിക്ക് കണ്ടു എന്ന അഹങ്കാരമില്ല. ഞാനതിനെ കാര്യത്തിലെടുക്കുന്നില്ല. കണ്ണിലൂട്ടത് വന്ന് കയറി തലയിലൊക്കെ ഇത് വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്.
പക്ഷേ അത് ഞാൻ ബുദ്ധിയിലേക്കൊന്നും എടുക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ മുമ്പിലോട്ട് ആരെല്ലോ കടന്നു പോകും, നമ്മളതൊന്നും അറിയുന്നില്ല. ഉദാഹരണം നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നമ്മൾ ഇത്ര നേരം എൻ്റെ മുമ്പിലോട്ട് എന്തെല്ലാം സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അത് തലയിലെടുക്കുന്നില്ല. അതുപോലെ ഒന്നും എടുക്കുന്നില്ല എങ്കിൽ അവനാണ് ജ്ഞാനി. എന്തെല്ലോ കണ്ണിൻ്റെ മുമ്പിലോട്ട് പോകുന്നുണ്ട്, പക്ഷെ ഒന്നും എടുക്കുന്നില്ല. ഞാൻ ഗ്രഹിച്ചു അല്ലെങ്കിൽ മനസ്സിലാക്കി എന്ന അഹങ്കാരം എനിക്ക് ഇല്ലെങ്കിൽ ഞാൻ ജ്ഞാനിയാണ്. ഇനി 10 പൂർവജന്മകൃതമായ കർമ്മവശത്താൽ ഉണ്ടായ ഈ ശരീരത്തിൽ ജീവിക്കുന്ന അജ്ഞാനി. എന്നാൽ കഴിഞ്ഞ ജന്മത്തിൻ്റെ തുടർച്ചയായിട്ടാണല്ലോ നമ്മളിങ്ങനെ ജനിച്ച് മരിച്ച് കഴിഞ്ഞ വർണ്ണത്തിൻ്റെ ബാക്കി ചെയ്യാനാണ് ഈ ജന്മത്തിൽ വരുന്നതെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകും? റോഡ് വെട്ടിയിട്ടുണ്ടാകും. റോഡ് വെക്കുമ്പോൾ വെട്ടിയാക്കതിൻ്റെ ശേഷം അപ്പോഴേക്കും നമ്മൾ ആയുസ് തീർന്നു. അപ്പോൾ ഈ ജന്മത്തിൽ ജനിച്ചാൽ പിന്നെ ആ റോഡുമ്മിലോട്ട് നമ്മളെന്താ ചെയ്യുക? വണ്ടി വെച്ച് ചിലപ്പോൾ വല്ല ഊബറെല്ലാം ഓടിച്ചെന്ന് വരും. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് ആ ജോലി. അപ്പം പൂർവജന്മ പ്രകൃതമായ കർമ്മഫലത്താൽ ഉണ്ടായ ഈ ശരീരത്തിൽ ജീവിക്കുന്ന അജ്ഞാനി ഇന്ദ്രിയങ്ങളാൽ അവയുടെ പ്രവർത്തന ഫലമായിട്ട് ഞാൻ കർത്ത എന്ന് അഭിമാനിക്കുന്നു. അപ്പം അങ്ങനെ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ജനിച്ചു, ഈ ജന്മത്തിൽ ജനിച്ചു, കഴിഞ്ഞ പ്രാവശ്യം റോഡ് വെട്ടി നല്ല റോഡെല്ലാം ഉണ്ടാക്കി മരിച്ചുപോയി. പിന്നെ ജനിച്ചിട്ട് വന്നപ്പോൾ നല്ലൊരു ഊബറെല്ലാം വാങ്ങി ഓടിക്കുമ്പോൾ ഞാൻ കർത്ത എന്ന് അഭിമാനിക്കുന്നു. അജ്ഞാനി ഞാനിപ്പോൾ എൻ്റെ ഓണറാണ് എന്നെല്ലാം പറഞ്ഞ് അഭിമാനിക്കുകയാണ്. അവൻ അജ്ഞാനിയാണ്. കാരണം അവൻ ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കുകയാണ്. നേരത്തെ പറഞ്ഞു ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞിരിക്കുക, അതാണ് ജ്ഞാനി. അതുവഴി ആഗ്രഹവുമായി ബന്ധിതനാകുന്നു. അതുവഴി ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നു. ഇന്ന് കുറച്ച് ഊബറിൻ്റെ പൈസ കുറഞ്ഞു പോയി, നാളെ കുറച്ച് കൂടുതൽ വാങ്ങണം, എന്നിട്ട് ഇന്ത്യയിൽ വെക്കണം, ഒരു വീട് വെക്കണം, കല്യാണം കഴിക്കണം, ഇതിനെല്ലാം ചിന്ത കയറിക്കയിൽ വരും. അങ്ങനെ ബന്ധനത്തിലകപ്പെട്ടുകൊണ്ടേ ഇരിക്കും. ഇപ്രകാരം കർമ്മം ആത്മാവുമായി ബന്ധപ്പെട്ടതല്ല എന്നറിഞ്ഞ് വൈരാഗ്യം വന്ന ജ്ഞാനി ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഉറങ്ങുമ്പോഴുമെല്ലാം അതാത് വിഷയങ്ങളിൽ ഇന്ദ്രിയങ്ങളെ അനുഭവിച്ചുകൊണ്ട് ശരീരത്തിന് സ്ഥിതനായെങ്കിലും അപ്പോൾ ഇപ്രകാരം കർമ്മം ആത്മാവുമായി ബന്ധപ്പെട്ടതല്ല എന്നറിഞ്ഞ ജ്ഞാനി. അവൻ ജ്ഞാനിയുടെ പ്രത്യേകത പറയുകയാണ്. കർമ്മം, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊന്നും ഈ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ആത്മാവിൻ്റെ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അത് ഞാൻ എൻ്റെ എന്ന ചിന്തയിൽ മായയിലുള്ള കർമ്മങ്ങളാണ്. പക്ഷേ ആ കർമ്മം ഞാൻ ചെയ്യാൻ ഭാഗ്യസ്ഥനുമാണ്. ഞാൻ ജനിച്ചത് കർമ്മം ചെയ്യാനാണ്, അത് ചെയ്ത് കൊടുത്തേ പറ്റൂ. പക്ഷെ അത് എനിക്ക് എൻ്റേത് എന്ന നിലയിൽ ചെയ്യരുത്. അപ്പോൾ ഞാൻ സ്ഥിതനാണെങ്കിലും ഞാൻ ഈ ശരീരത്തിൽ സ്ഥിതി ചെയ്യുകയാണ്. ശരീരം വിട്ടുപോയിട്ടില്ലല്ലോ. ആകാശം, ജലം, സൂര്യൻ എന്നിവയുമായി ബന്ധപ്പെട്ട് വീശുന്ന കാറ്റിങ്ങനെ ആകാശത്തിലൂടെയും ജലത്തിലൂടെയും എല്ലാം വീശിയത് കൊണ്ട് കാറ്റ് തന്നെ. കാറ്റിനൊന്നും തന്നെ സംഭവിക്കുന്നില്ല. അപ്രകാരം സംസാരവുമായി ബന്ധപ്പെടുന്നില്ല. അപ്പോൾ ജ്ഞാനിക്കും കർമ്മമുണ്ടെങ്കിൽ ചെയ്യാനുണ്ട്. പക്ഷെ അവൻ ചെയ്യാൻ വിധിച്ച കർമ്മം അങ്ങ് ചെയ്തു കൊടുക്കും. എനിക്ക് വേണ്ടി എന്നുള്ള ചിന്തയൊന്നും ഉണ്ടല്ലോ. ഞാൻ എനിക്ക് വേണ്ടി എന്ന് ചിന്തിക്കാതെ കർമ്മം ചെയ്യണം. ഈ സമയം എപ്പോഴാണ് അത് സംഭവിക്കുന്നത്? നമുക്ക് വൈരാഗ്യം വരുമ്പോൾ, പിന്നെ ഉള്ള ജോലി തീർത്തിട്ട്, ഇപ്പം നമ്മൾ പെൻഷൻ പറ്റാൻ പോകുമ്പോൾ നമുക്കൊരു ഉള്ളിലൊരു തോന്നും, ഞാൻ ചെയ്ത വർക്കെല്ലാം അങ്ങ് തീർത്തു കൊടുത്തേക്കാം. നമ്മൾ പെൻഷൻ പറ്റാൻ പോകുമ്പോൾ നമുക്ക്
അവസാന കാലത്ത് തോന്നി എന്താണ്, എൻ്റെ കുറച്ച് വർക്കുകളെല്ലാം ഉണ്ട്, ഇത് പകുതി ചെയ്ത് വന്നവന് പാടുണ്ടാക്കുന്നു, ഇതെല്ലാം ഞാനങ്ങ് ചെയ്ത് തീർത്തേക്കാമെന്ന് വെച്ചങ്ങ് ചെയ്യും. അപ്പോൾ ചെയ്യുന്ന ആർക്ക് വേണ്ടിയാണ്? എനിക്ക് വേണ്ടിയല്ല. കാരണം ഇത് തീർത്തു കൊടുക്കണം. ഒരു എൻ്റെ ജോലിയാണ്, എന്നെ നിയമിച്ചാക്കുക, ഞാനങ്ങ് തീർത്ത് സ്ഥാപനത്തിന് ചെയ്തു കൊടുത്തേക്കുകയാണ്. അപ്പോൾ എനിക്ക് വേണ്ടി എന്നുള്ള ചിന്തയല്ലല്ലോ. ചിലപ്പോൾ ഞാൻ വൈകുന്നേരം 4 മണി കഴിഞ്ഞാലും 5 മണി കഴിഞ്ഞാലും ചിലപ്പോൾ വൈകുന്നേരം വരെ എനിക്കിരിക്കാൻ പറ്റുമെങ്കിൽ എല്ലാം തീർത്തിട്ടേ അവൻ അവിടുന്ന് ഇറങ്ങുള്ളൂ. അതുപോലെ ആ സ്ഥാപനത്തിന് വേണ്ടി ചെയ്യുന്നത് പോലെയാണ് ജ്ഞാനി ചെയ്യുക. കാരണം അവന് വിരക്തി വന്നിട്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിൻ്റെ സ്റ്റേജ് എത്തി. പക്ഷെ കുറച്ച് വർക്കുള്ളത് കൊണ്ടാണ് ജനിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വഴി വർക്ക് അവൻ ഉടനെ അങ്ങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് ചെയ്ത് കൊടുത്തേക്കും. കുട്ടികളുണ്ടാക്കേണ്ടിക്ക് കുട്ടികളുണ്ടാക്കി കൊടുക്കും. അതിന് പെണ്ണ് കെട്ടണമല്ലോ, ആ പെണ്ണും കെട്ടും, കുട്ടികളുണ്ടാക്കും. അപ്പോൾ എന്നിട്ട് വിട്ടെറിഞ്ഞു പോകും. അപ്പോഴാണ് ജനങ്ങൾ ചോദിക്കുന്നത്, ഇവൻ പിന്നെ എന്തിനാ പെണ്ണ് കെട്ടിയത്? നമ്മൾ ചിലവരോടെല്ലാം ചോദിക്കുന്നത്, പിന്നെ ഇവനെന്തിനാ ഈ പെണ്ണ് കെട്ടിയെന്ന് ചോദിക്കും. കുട്ടികളെ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. കാരണം സത്യം അതാണ്. അവന് പെണ്ണ് കെട്ടാനും കുട്ടികളുണ്ടാക്കാനുള്ളൊരു യോഗമുണ്ട്. അതിനവൻ ആ സമയത്തുമ്പം കെട്ടേണ്ടി വരുന്നു, പിള്ളേരെ ഉണ്ടാക്കുന്നു, അവനവൻ്റെ പാട്ടിന് പോകുന്നു. അങ്ങനെ കണ്ടാൽ മതി. പക്ഷെ നമുക്കത് കാണുമ്പോൾ വേറെ എന്തെല്ലോ ആണ് തോന്നുന്നു, ഇവർ 2 കൊടുക്കണം എന്നെല്ലാം തോന്നുന്നു. ഇങ്ങനെ ചിന്തിച്ചാൽ കുറച്ച് എന്തെല്ലോ ആ അവസ്ഥയിലേക്ക് എത്തിപ്പോകും. ഒരു വല്ലാത്ത വിഷയമാണ്. ചിന്തിക്കുന്നവർക്ക് ഉൾക്കൊള്ളാൻ പറ്റും. എല്ലാവർക്കെല്ലാം ആകെ ഒരു തലക്ക് എന്തോ 13 വൈരാഗ്യത്താൽ ലഭിക്കുന്ന സൂക്ഷ്മമായ അറിവിനാൽ സംശയരഹിതനായി. അപ്പം വൈരാഗ്യത്താൽ ലഭിക്കുന്ന സൂക്ഷ്മമായ അറിവിനാണ്. അപ്പം വൈരാഗ്യം വരുമ്പോൾ കാര്യങ്ങളെപ്പറ്റി നല്ല ബോധം വരും. അതുവരെ എനിക്ക് എന്ന് വെച്ചുള്ള ചിന്തയിലാണ് കർമ്മം ചെയ്യുന്നത്. പക്ഷെ വൈരാഗ്യം വരുമ്പോൾ, പെൻഷൻ പറ്റാൻ പോകുമ്പോൾ നമുക്ക് നല്ല കാര്യങ്ങളെല്ലാം നല്ല ബോധം ഉണ്ടാകും. ഞാൻ ചെയ്യേണ്ട വർക്കുകൾ ഇത്ര പെൻഡിങ് ഉണ്ട്, അതെല്ലാം കൃത്യമായിട്ട് മനസ്സിൽ നേരോട്. എല്ലാതപ്പോൾ അതെല്ലാം കിടക്കാം, എനിക്ക് ചെയ്യാനുള്ള ഇതെല്ലാം തീർന്നിരിക്കുകയാണ്. ഇനി അങ്ങനെയൊന്നല്ല. പെൻഷൻ പറ്റുമ്പോൾ നമ്മളെല്ലാം ഒന്ന് ആലോചിക്കും. അതുപോലെ വൈദഗ്ധ്യത്താൽ ലഭിക്കുന്ന സൂക്ഷ്മമായ അറിവിന്, അപ്പോഴാണ് അറിവ് സൂക്ഷ്മമാകുന്നത്. സംശയരഹിതന. അപ്പം പിന്നെ സംശയമൊന്നും ഉണ്ടാവില്ല. ആരും പറഞ്ഞൊന്നുണ്ട്. പെൻഷൻ പറ്റുന്ന ഒരാളോട് വിളിച്ചിട്ട് സാറ് വിളിച്ചിട്ട് പറയുന്നില്ല, എന്തായി നിങ്ങളുടെ വർക്കെല്ലാം എന്തെങ്കിലും പെൻഡിങ് ഉണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ അയാൾക്കറിയാം എന്തെല്ലാം ചെയ്തു തീർത്തിട്ട് പോകാൻ. അയാൾ എന്താണ്? സ്വപ്നത്തിൽ നിന്നും ഉണർന്നവനെ പോലെ ദേഹാദികളിൽ നിന്നും നിവൃത്തി പ്രാപിക്കുന്നു. അവൻ സ്വപ്നത്തിൽ നിന്നും ഉണർന്നവനെ പോലെയാണ്. അവന് നല്ല കാര്യങ്ങൾ ബോധം വരും. എന്നിട്ട് അവൻ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. ഈ 14 ഏതൊരാളുടെ പ്രാണൻ, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി ഇവയുടെ പ്രവൃത്തികൾ ഫലേച്ഛയില്ലാതെയായിരിക്കുന്നു, അതിനാണ് ഫലേച്ഛയില്ലാത്ത കർമ്മം. നമ്മൾ റിട്ടയർ ആകുന്നതായിട്ട് ചിന്തിച്ചാൽ മതി. റിട്ടയറായി ആകുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഫലേച്ഛയില്ലാതെയാണ്. കുറച്ചെങ്കിലും തലയിൽ ആത്മാർത്ഥത അതിവർക്കുണ്ടാവും. റിട്ടയർ ആകുമ്പോഴേ ഞാൻ പോകുമ്പോഴെല്ലാം മേശയിലൊന്നും തുടച്ച് വൃത്തിയാക്കിയിട്ട് പോകണമെന്ന് തോന്നുന്നു. അതുവരെ മേശയിൽ തുടക്കലൊന്നുമില്ല. പക്ഷെ റിട്ടയർ ആകുമ്പോൾ ഞാൻ ഇറങ്ങിയല്ലേ. നല്ല ബോധമാണ്, എല്ലാ കാര്യങ്ങളിലും നല്ല ബോധമായിരുന്നു. ഫലേച്ഛയില്ലാതെ ഇരിക്കുന്നുവോ അവൻ ശരീരത്തിലിരുന്നാലും ശരീരഗുണങ്ങളിൽ നിന്നും മുക്തനാണ്. അപ്പോൾ അവൻ ആ ശരീരത്തിൽ തന്നെയാണ് ഉള്ളത്. അതുവരെ കുഴിമടിയനായിരിക്കും, ഒരു ജോലിയും ചെയ്യില്ല. വല്ലവരും വന്നു കഴിഞ്ഞാൽ എന്താണ് എൻ്റെ മറ്റേ ഇത്ര സർവീസ്, അത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക, വേറെയും 10-15 പേര് പിറ്റേന്നും വരും. അങ്ങനെ അവനെ കൊണ്ട് നഷ്ടം തിരിപ്പിക്കും. കാരണം അവൻ്റെ അഹങ്കാരമാണ്, ഞാൻ ഈ സ്ഥലത്തിരിക്കുകയാണ്, ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കുറേയെല്ലാം കട്ടാൻ പറ്റും. എന്നിട്ട് പെൻഷൻ പറ്റുന്ന ആ ദിവസത്തിൻ്റെ ഒരു ദിവസം മുമ്പിൽ അയാൾ
അയ്യോ നിങ്ങൾ പേപ്പർ ഉണ്ടല്ലേ, കുറച്ചൊക്കെ ആത്മാർത്ഥത സാധാരണ മനുഷ്യർക്ക് വരും. അതുമില്ലാത്ത ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. എന്തായാലും ഒരു 50% ജനങ്ങൾ നിങ്ങളെ ഞാൻ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അന്നേരം കാരണം അവനറിയാം എൻ്റെ പവറെല്ലാം പോവുകയാണ്. അപ്പോൾ അതോടുകൂടി അവൻ വിരക്തി എന്നൊരു സ്റ്റേജിലേക്ക്, സത്വഗുണത്തിലേക്ക് കയറി വരും. അപ്പോഴവൻ ബോധമെല്ലാം വരും. അതുവരെ തലക്ക് അഹങ്കാരമാണ്. ഞാൻ ഈ കസലിൽ ഇവനെ കുറച്ച് നടത്തിയതിൻ്റെ ശേഷം എൻ്റെ അഹങ്കാരം കുറച്ച് കാണിച്ചു കൊടുക്കണം. ഞാൻ അവൻ എന്ന ചിന്തയെല്ലാം അവിടെ വരികയാണല്ലോ. 15 ആരുടെ ശരീരം ഒരു ഹിംസകനിലൂടെ ഹിംസിക്കപ്പെട്ടാലും മറ്റൊരാളാൽ പൂജിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഒരേ വികാരത്തിൽ ഇരിക്കുന്നുവോ അവൻ തന്നെ ജ്ഞാനി. അപ്പം ആരാണ് ജ്ഞാനി? ഒരാൾ എന്നെ ചീത്ത പറഞ്ഞാലും ഒരാൾ എന്നെ സ്തുതിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ അങ്ങനെ ഇരിക്കും. നീ സ്തുതിക്കുകയോ ചീത്ത പറയുകയോ, അവനാണ് ജ്ഞാനി. അതുപോലെ പരമാത്മാവ് ആ ശ്രീഹരിയെ നിങ്ങൾ ചീത്ത പറഞ്ഞാലും കുഴപ്പമില്ല, നല്ല പറഞ്ഞാലും കുഴപ്പമില്ല, നിങ്ങൾ നിരീശ്വരവാദിയായാലും കുഴപ്പമില്ല, നിങ്ങൾ വിശ്വാസിയായാലും കുഴപ്പമില്ല, നിങ്ങൾ കമ്മ്യൂണിസ്റ്റായാലും കൊണ്ടില്ല, നിങ്ങൾ യുക്തിവാദിയായാലും വേണ്ടിയില്ല, അങ്ങേക്കിയിലൊന്നും ഒരു താല്പര്യമില്ല. നിങ്ങൾ പൂജ നടത്തിയാലും വേണ്ടിയില്ല, നിങ്ങൾ വിഗ്രഹം തള്ളി തുടച്ചാലും വേണ്ടിയില്ല. അങ്ങേരെ സംബന്ധിച്ചിടത്തോളം അങ്ങേരിതിൽ നിർവികാരനാണ്. ആ അവസ്ഥയിൽ നമ്മളെത്തണമെന്നാണ് പറയുന്നത്. ആ അവസ്ഥയിൽ നമ്മളെത്തുക എന്ന് പറഞ്ഞാൽ നമ്മളെ ആര് ചീത്ത പറഞ്ഞാലും നമ്മളെ ആരെ സ്തുതിച്ചാലും നമുക്കൊരടക്കില്ല. അവനാണ് ജ്ഞാനി. ഈ ജ്ഞാനി എന്ന് പറഞ്ഞാൽ മറ്റേ സയൻസ് പഠിച്ച ജ്ഞാനിൻ്റെ കാര്യമല്ല പറയുന്നത്. ഈ ജ്ഞാനി എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, ആ ബ്രഹ്മത്തെ മനസ്സിലാക്കിയവൻ, അവനാണ് ഞാനെന്ന് മനസ്സിലാക്കിയവൻ, ആ ജ്ഞാനം. അപ്പം ഈശ്വരൻ്റെ ഗുണം മനസ്സിലാകുന്നുണ്ട് ഇതിലൂടെ. ആ ഗുണം ആർക്കെത്തണം? നമുക്കെത്തണം. അപ്പം നമ്മളും അത് ഒന്ന് തന്നെ. നല്ലതോ ചീത്തയോ 16 നല്ലതോ ചീത്തയോ പറയുകയും ചെയ്യുകയും ചെയ്യുന്നവരെയോ സ്തുതിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യുന്നവരെയോ ഗുണദോഷമുക്തനായ സമഭാവനയുള്ളവനായി മൗനമായി അനുഷ്ഠിക്കുന്നവനാണ് യഥാർത്ഥ ജ്ഞാനി. അപ്പം നല്ലതാര് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും നമ്മൾ നല്ല ചെയ്താലും ചീത്ത ചെയ്താലും ആരെങ്കിലും നമ്മളെ കയ്യിൽ 2 ചീത്ത പറഞ്ഞ് അല്ലെങ്കിൽ 2 അടി തന്നാലും നമുക്ക് കൂട്ടമൊന്നുമില്ല. അടിക്കുകയോ എന്തോ ആരെ അടിക്കുന്നത്? എൻ്റെ ശരീരത്തിനെ അടിക്കുന്നു. ഞാൻ ഈ ശരീരമേ കളഞ്ഞവനാണ്. അതല്ലേ ഉടുതുണിയൊന്നും ഇല്ലാതെ കുളിക്കാതെ നടക്കുന്നത്. ആ എൻ്റെ പേരെ ആരെങ്കിലും പിള്ളേർക്ക് വന്നിട്ട് കുറച്ച് മാല എടുത്തിട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല. ഈ ശരീരം ഞാൻ കളഞ്ഞില്ല. നിങ്ങൾ മാലോ എന്തോ എടുത്തിട്ടോ, എല്ലാം ബ്രഹ്മമാണ്. ആ അവസ്ഥയിലെത്തണം. അത്ര സനാതനധർമ്മത്തിലെ ആത്മീയത അത്ര സുഖമുള്ള പരിപാടിയൊന്നുമല്ല. അപ്പോൾ സമഭാവനയോടെ പെരുമാറണം. എന്താണ് സമഭാവന? അവൻ ബ്രഹ്മമാണ്. ചീത്ത പറഞ്ഞവനും ബ്രഹ്മമാണ്, നല്ല പറഞ്ഞവനും ബ്രഹ്മമാണ്, എല്ലാം ബ്രഹ്മം. ഞാനും ബ്രഹ്മമാണ്. പിന്നെ എന്തൊന്നും കാര്യം? ഇനി 17 പറയുന്നത് മൗനിയായും, അപ്പം അവൻ ഒന്നും മിണ്ടില്ല, ആത്മരാമനായും ആ ആത്മാവിൽ രമിച്ചുകൊണ്ട് നല്ലതോ ചീത്തയോ ആര് പറഞ്ഞാലും ചെയ്യുകയോ വിചാരിക്കുകയോ ചെയ്യാതെ, നമ്മളും നല്ലതും പറയില്ല ചീത്തയും പറയില്ല, ഒന്നും നല്ല ചെയ്യുകയില്ല ചീത്ത വിചാരിക്കുകയില്ല, ഇരിക്കുന്ന ജ്ഞാനി ജഡം എന്ന പോലെ സഞ്ചരിക്കുന്നു. അവൻ സഞ്ചരിക്കുന്നത് എങ്ങനെയാണ്? അവൻ്റെ ജഡശരീരമാണ് സഞ്ചരിക്കുന്നത്. അവൻ സഞ്ചരിക്കുന്നില്ല. അവൻ അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിലും അവൻ ആ ശരീരമായിട്ട് ഒരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് ജഡം പോലെയാണ് അവൻ സഞ്ചരിക്കുന്നത്. അതുകൊണ്ടാണ് സന്യാസി ഭ്രാന്തനെ പോലെ പിശാചനെ പോലെയാണ്
സഞ്ചരിക്കുന്നു എന്ന് പറയുന്നത്. അവൻ ആ ശരീരവും വലിച്ചു കെട്ടിക്കൊണ്ട് നടക്കുകയാണ്. അല്ലാതെ ആ ശരീരവുമായിട്ട് അതിനെ ബന്ധം വിട്ടുകഴിഞ്ഞു. അവൻ കാണുന്നില്ല, കേൾക്കുന്നില്ല. അങ്ങനെ ഇത് നമുക്ക് ചിന്തകൾക്കും അപ്പുറമാണ് ആ അവസ്ഥ. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മളെ കൺമുമ്പിലൂടെ പോകുന്നുണ്ട്. യഥാർത്ഥ സന്യാസി ഭ്രാന്തനെ പോലെ നടക്കുന്നുണ്ടാവും. അവൻ ആരോടൊന്നും ചോദിക്കില്ല. അങ്ങനെ ശരീരം പോകുന്നുണ്ട്. അവൻ്റെ ശരീരം പോകുന്നുള്ളൂ. അവൻ്റെ ഉള്ളിൽ ഒരു ചിന്തകളുമില്ല. അവനൊന്നും കാണുന്നില്ല. യാന്ത്രികമായി പോകുന്ന പോലെയാണ്. ഇതാണ് സന്യാസി, അവധൂത ലക്ഷണം. അവർക്ക് നമ്മളുമായിട്ട് ഒരു ബന്ധവുമില്ല. അല്ലാതെ പ്രഭാഷണം നടത്താനൊന്നും വന്നില്ല. അവധൂതം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് പ്രഭാഷണത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായിക്കൊള്ളുക എന്താണ് ഞാൻ പറയുന്നില്ല. 18 എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഉപനിഷത്തിൽ സമർത്ഥനായ ഒരുവൻ ഉപനിഷത്തിൽ നല്ലോണം പഠിച്ചു. ഉപനിഷത്തിലാണല്ലോ ബ്രഹ്മത്തെ പറ്റിയുള്ള എല്ലാ ജ്ഞാനവും ഉള്ളത്. അത് നല്ലവണ്ണം പഠിച്ച ഒരാൾ പരബ്രഹ്മത്തിങ്കൽ ധ്യാനം അനുഷ്ഠിക്കാതെ പിന്നെ അത് പ്രായോഗികമാക്കേണ്ടിക്ക് എന്ത് വേണം? നമ്മുടെ മനസ്സ് എപ്പോഴും പരബ്രഹ്മത്തിലായിരിക്കണം. എങ്കിലേ ബ്രഹ്മസാക്ഷാത്കാരം. പഠിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. നമ്മൾ സ്വയം ശ്രമിക്കണം. ഇതിന് നമ്മുടെ മനസ്സെല്ലാം ഭൗതികമായിട്ട് വിട്ടിട്ട് പരബ്രഹ്മത്തിൽ തന്നെ മനസ്സിനെ കേന്ദ്രീകരിക്കണം. ഞാൻ ബ്രഹ്മമാണ് എന്ന ഒരു ചിന്തയിലേക്ക് പോകണം. അങ്ങനെ ചെയ്യാതെ ഇരുന്നുവെങ്കിൽ അവൻ്റെ ശാസ്ത്ര പഠനമെല്ലാം അങ്ങനെ എന്നിട്ട് ബ്രഹ്മത്തിൽ ലയിക്കാതെ ചിന്തയില്ലാതെ പഠിച്ചങ്ങനെ നടന്നു കഴിഞ്ഞെങ്കിൽ അവൻ്റെ ശാസ്ത്ര പഠനം കറവ പറ്റിയ പശുവിനെ സംരക്ഷിക്കുന്നത് പോലെയാണ്. ഒരു പശുവിൻ്റെ കറവ വറ്റിക്കഴിഞ്ഞാൽ പിന്നെ സംരക്ഷിക്കുന്നത് വ്യർത്ഥമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വേറൊരാശയം വരികയാണ്. കറവ പറ്റിയ പശുവിനെ സംരക്ഷിച്ചിട്ട് എന്താ കാര്യം? ഒരു ഗുണവുമില്ല. അതിന് പിന്നെ എന്താ വേണ്ടത്? അറിയാലോ എന്താ ചെയ്യുക? കറവ പറ്റിയ സാധനം എന്താ ചെയ്യുക? അത് തന്നെ. അല്ലാതെ അതിനെ സംരക്ഷിച്ചിരുന്നിട്ട് ഇവിടെ ഭാഗവത പറയുന്നത് കറവ് പറ്റിയ പശുവിനെ സംരക്ഷിച്ചിട്ട് എന്താ കാര്യം എന്ന് ഭാഗവതം ചോദിക്കുകയാണ്. നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? കറവ് പറ്റിയ പശുവിനെ ദൈവമാരി പൂജിച്ചുകൊണ്ട് കിടക്കണം. ഇത് ഒന്നിലല്ല പറയുന്നത്. അടുത്ത മന്ത്രത്തിലും 19 പറയുകയാണ്, പാൽ പറ്റിയ പശുവും. ഒരു പാല് കറക്കുന്നത് നിന്ന് കഴിഞ്ഞാൽ പശുവും ദുഷ്ടയായ ഭാര്യയും. അപ്പം ഏതോടാണ് ഉപമിക്കുന്നത്? കറവ് പറ്റിയ പശുവിന് ദുഷ്ടയായ ഭാര്യയും. അന്യന് അധീനമായ ശരീരവും. നമ്മളെ ശരീരം അന്യന് അധീനമായിരിക്കുക. ഇഹലോക പരലോകത്തിന് പ്രയോജനമില്ലാത്ത പ്രജയും. ഒരു നാട്ടിനും ഈ ലോകത്തിനുമില്ല പരലോകത്തിനുമില്ല പ്രയോജനമില്ലാത്തതാണ് പ്രജ പോലെയാണ്. അത് കറവ് പറ്റിയ പശു. പശുവിൻ്റെ കറവ് പറ്റിക്കഴിഞ്ഞാൽ ഒരു ലോകത്തിന് ഒരു ഉപകാരവുമില്ലാത്ത പ്രജയെ പോലെയാണെന്ന്. സൽപാത്രത്തിൽ നൽകാത്ത ധനവും. മോശമല്ലാതെ ശരിയായ പാത്രത്തിലല്ല നൽകിയതെങ്കിൽ മോശമായ പാത്രത്തിൽ നൽകിയ ധനം പോലെ. കൊടുക്കേണ്ടത് അർഹതപ്പെട്ടവനാണ് കൊടുക്കേണ്ടത്, എല്ലാത്തവർക്ക് കൊടുക്കുന്ന ധനം പോലെ. എന്നെ സംബന്ധിച്ചല്ലാതെ വാക്കും. അങ്ങനെയുള്ള ആൾക്കാർ എന്നെ സംബന്ധിച്ചുള്ളതല്ലാതെ വാക്കുകളെ ദുഷിച്ചുകൊണ്ട് സ്വീകരിക്കരുത്. അതിനെ ദുഷിക്കുകൊണ്ട് അങ്ങനെയുള്ള വാക്കുകളെ ദുഷിച്ചുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്? സ്വീകരിക്കരുത്. എന്നെ സംബന്ധിച്ചല്ലാത്ത ഞാനുമായിട്ട് ബന്ധപ്പെട്ട, അതായത് പരമാത്മാവിനെ പരാമർശിക്കുന്ന വാക്കുകൾ മാത്രമേ സ്വീകരിക്കാവൂ. ആര്? ബ്രഹ്മസാക്ഷാത്കാരത്തിന് ശ്രമിക്കുന്നവർ. അങ്ങനെയുള്ള വാക്കുകളെ സ്വീകരിക്കാവൂ. ഏത് ഗുരു എന്ത് ഉപദേശിച്ചാലും ഭൗതിക കാര്യങ്ങൾ ഉപദേശിക്കുകയാണെങ്കിൽ കളയണം. വേണ്ടത് എന്താണ്? ആത്മാവിനെ, ആ നിർഗുണമായ ബ്രഹ്മത്തെ പറ്റിയുള്ള വാക്ക് മാത്രമേ സ്വീകരിക്കാവൂ.
എല്ലാത്ത സ്വീകരിച്ചാൽ കറവ് പറ്റിയ പശുവിനെയെല്ലാം പോലെയായിത്തീരും. ദുഷ്ടയായ സ്ത്രീയെ ഇതേപോലെ പോലെയുള്ള ഫലമായിരിക്കും കിട്ടുക. 20. ഈ ലോകത്ത് സൃഷ്ടിസ്ഥിതി സംരക്ഷണം എൻ്റെ ചരിത്രം എന്ന ലീല അവതാര കഥകൾ ഏതൊരാളുടെ വാക്കിൽ ഇരിക്കുന്നില്ലയോ? അതായത് ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്നവരുടെ വാക്കിൽ എപ്പോഴും ഈ ലോകത്തെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് നശിപ്പിക്കുന്ന ആ കൃഷ്ണൻ്റെ ലീലാവതാര കഥകളാണ് വാക്കിലുണ്ടാകേണ്ടത്. അതായത് എപ്പോഴും ചിന്ത ആരിലായിരിക്കണം? ആ ശ്രീഹരിയാണ് ഈ ലോകത്തിൻ്റെ എല്ലാ കാര്യം, എന്ത് കർമ്മം നടക്കുമ്പോഴും അത് ശ്രീഹരി ചെയ്യുന്നതാണ്. ആ ചിന്താഗതി ഉണ്ടാവുക. ഒരു ഭൂമി കുലുക്കം ഉണ്ടായി, ആ ശ്രീഹരിയുടെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നടക്കുന്നത്. ഇത്തരത്തിൽ എല്ലാത്തിലും ആ ശ്രീഹരിയെ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ഉപയോഗമില്ലാത്ത വാക്കിനെ ബുദ്ധിമാന്മാർ ഒരിക്കലും ധരിക്കുവാൻ പാടില്ല. ഉപയോഗമില്ലാത്ത വാക്കെന്ന് പറഞ്ഞാൽ ശ്രീഹരിയെ പറ്റി ബന്ധം, അതായത് പരമാത്മാവുമായിട്ട് ബന്ധപ്പെടാത്ത വാക്കുകളൊന്നും ബുദ്ധിമാന്മാർ ധരിക്കുവാൻ പാടില്ല. പിന്നെ കേൾക്കുന്ന വാക്കുകളെല്ലാം ശ്രീഹരിയെ പറ്റിയതായിരിക്കണം. എപ്പോഴും ചിന്ത എന്തെങ്കിലും കേൾക്കുന്നുണ്ടത് അതെല്ലാം ശ്രീഹരിയെ പറ്റി ആയിരിക്കണം. എങ്കിലേ ബ്രഹ്മസാക്ഷാത്കാരം പറ്റുകയുള്ളൂ. ഇപ്രകാരം ആത്മീയ ചിന്തയിലൂടെ ദേഹാദികളെ നിയന്ത്രിച്ച്, എന്നിട്ട് എന്ത് വേണം? നമ്മുടെ ശരീരങ്ങളെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് എല്ലായിടവും നിറഞ്ഞിരിക്കുന്ന ഇന്നിൽ നിർമ്മലമായ മനസ്സിനെ അർപ്പിച്ചാൽ മോക്ഷം പ്രാപിക്കും. എന്നിട്ട് ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത്, ഈ കാണുന്നതെല്ലാം ബ്രഹ്മമാണ് ധരിച്ചുകൊണ്ട്, അത് ഹിന്ദു ആയാലും വേണ്ടിയില്ല, മുസ്ലിം ആയാലും വേണ്ടിയില്ല, ക്രിസ്ത്യാനി ആയാലും വേണ്ടിയില്ല, ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ആർത്തമുള്ള സ്ത്രീയോ അല്ലാത്ത സ്ത്രീയോ എല്ലോ ആയാലും, പട്ടിയായാലും പൂച്ചയായാലും കല്ലായാലും മണ്ണായാലും എല്ലാം ആ ബ്രഹ്മമാണ് എന്ന് ധരിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുന്നവർക്ക് മോക്ഷം പ്രാപിക്കും. 22. പരബ്രഹ്മമായ എന്നിൽ മനസ്സിനെ സ്ഥിരമായി നിലനിർത്തുവാൻ കഴിവില്ലാത്തവനെ പോലെ പരബ്രഹ്മമായ എന്നിൽ മനസ്സിനെ സ്ഥിരമായി നിലനിർത്തുവാൻ, എന്നിൽ തന്നെ പരമാത്മാവായി എന്നിൽ തന്നെ മനസ്സിനെ നിലനിർത്തുവാൻ എന്താണ് വേണ്ടത്? കഴിവില്ലാത്തവനെ പോലെയാണെങ്കിൽ സകല കർമ്മങ്ങളെയും ഫലേച്ഛ കൂടാതെ അനുഷ്ഠിക്കുക. കർമ്മങ്ങൾ എനിക്ക് വേണ്ടി എന്നുള്ള ചിന്തയങ്ങ് ഉപേക്ഷിച്ചിട്ട് ചെയ്തങ്ങ് കൊടുത്തേക്കുക. കാണുന്നവർക്ക് തോന്നും ഇവന് വലിയ കഴിവൊന്നുമില്ല, ഇവനെന്തെങ്കിലും ഒരു ആക്റ്റീവായിട്ട് നടക്കാതെ എന്നെല്ലാം ആൾക്കാർക്ക് തോന്നും. പക്ഷെ ആൾക്കൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആൾ കഴിവില്ലയോ എന്തോന്നും ആകണ്ട. എനിക്ക് ചെയ്യേണ്ട കർമ്മം മാത്രം ഞാൻ ചെയ്തു കൊടുക്കുക. മറ്റുള്ള നമ്മളെല്ലാം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാം പുതിയ ഇറങ്ങി ഓരോന്നും എനിക്ക് വേണ്ടി അത് വഴിയുക ഇത് ചെയ്യുക ഇങ്ങനെയെല്ലാം ചെയ്ത് നടക്കണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ചെയ്തു തീർക്കേണ്ട ചില ധർമ്മങ്ങളുണ്ട്. അത് നമ്മളെ നേരെ മുമ്പിൽ വരും. അതങ്ങ് ചെയ്തു കൊടുക്കും. അപ്പം നോക്കുന്നവന് വിചാരിക്കും ഇവനെന്തെന്നായത് ഒരു ഉഷാറുമില്ലാതെ ഒരു കഴിവില്ലാതെ പോലെ ജീവിക്കുന്നതെന്ന് ആൾക്കാർ തോന്നും. അപ്പം അത്തരത്തിൽ അതും ഫലേച്ഛ കൂടാതെ നമുക്ക് വേണ്ടിയിട്ട് എന്ന നിലയിൽ ചെയ്യരുത്. എൻ്റെ കർമ്മം ഞാൻ ശ്രീഹരിക്കായി ചെയ്യുന്നു. എല്ലാം പറഞ്ഞ് അവസാനം എത്തുന്നത് ഒരേ സ്ഥലത്തേക്കാണ്. 23, 24. ഈ ലോകത്തിൽ മംഗളകർമ്മങ്ങൾ വഴി പ്രപഞ്ചത്തിനെ പരിശുദ്ധമായി വെക്കുന്ന എൻ്റെ ചരിത്രങ്ങൾ ശ്രദ്ധ വച്ചുകൊണ്ടും പാടിക്കൊണ്ടും അവതാരങ്ങളെ സ്മരിച്ചുകൊണ്ടും ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? എൻ്റെ ലീലകളാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം. എല്ലാം തന്നെ മോശമൊന്നും എൻ്റേതായിട്ട് എടുക്കണ്ട. ഈ ലോകത്തിൽ മംഗളകർമ്മങ്ങൾ വഴി പ്രപഞ്ചത്തിനെ പരിശുദ്ധമായി വെക്കുന്ന എൻ്റെ ചരിത്രങ്ങൾ ശ്രദ്ധിക്കുക. ലോകത്തിൽ പുരോഗതിയിലേക്ക് പോകുന്ന ആ നല്ല പോക്കുകളെയെല്ലാം ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചുകൊണ്ടും പാടിക്കൊണ്ടും അതിൽ മനസ്സുറപ്പിച്ച്
അവതാരങ്ങളെ ഓരോ കാലഘട്ടമുണ്ട്, കൃതയുഗം ത്രേതായുഗം, ഇതിലെല്ലാം എന്തെല്ലാം സംഭവിച്ചു എന്നെല്ലാം വിലയിരുത്തിക്കൊണ്ട് സ്മരിച്ചുകൊണ്ട് എനിക്കായിക്കൊണ്ട് ധർമാർത്ഥ കാമങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ട് നമുക്കെന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിനായിട്ട് എന്ന നിലയിൽ, അദ്ദേഹത്തിനായിട്ട് ചെയ്യുമ്പോൾ ലോക പുരോഗതിക്ക് വേണ്ടിയിട്ടേ ചെയ്യുള്ളൂ, അല്ലാതെ തൊലയാൻ വേണ്ടിയിട്ട് ചെയ്യില്ല. നല്ല കർമ്മങ്ങളെ ചെയ്യുള്ളൂ. അനുഷ്ഠിച്ചുകൊണ്ടും ധർമാർത്ഥ കാമങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ട് എനിക്കായിക്കൊണ്ട് എന്നെ തന്നെ ആശ്രയിച്ചവൻ, എന്നിട്ട് എന്നെ തന്നെ ആശ്രയിക്കുന്നവൻ ആദിപുരുഷനായ എന്നിൽ അചഞ്ചലമായ ഭക്തിയെ പ്രാപിക്കുന്നു. അപ്പോൾ അവൻ എന്ത് പറ്റും? ആദിപുരുഷനായ എന്നിൽ, ആദിപുരുഷൻ ഏതാണ്? ആ ബ്രഹ്മമായ എന്നിൽ അചഞ്ചലമായ ഭക്തിയെ പ്രാപിക്കും. അവന് അവസാനം അവൻ്റെ മനസ്സ് എന്നിൽ തന്നെ ഭക്തി ഉറച്ചു വരും. സജ്ജന സംസർഗത്താൽ ലഭിച്ച എൻ്റെ വിഷയമായ ഭക്തിയാൽ, ഇതെല്ലാം നല്ല ഇതേപോലെയുള്ള ചിന്തയുള്ള ആൾക്കാരോട് സംസർഗം ചെയ്തു കഴിഞ്ഞാലും ഭക്തി ഉണ്ടാകും. എൻ്റെ വിഷയമായ ഭക്തിയാൽ എന്നെ ഉപാസിക്കുന്നുവോ അവൻ തീർച്ചയായും എൻ്റെ രൂപത്തെ എളുപ്പത്തിൽ പ്രാപിക്കുന്നു. അവൻ എന്തായിത്തീരും? ഞാൻ തന്നെ, എനിക്ക് സമാനമായി ഞാൻ തന്നെയായിട്ട് തീരും. ഇനി 26 ഉദ്ധവർ പറയുകയാണ്, അജ്ഞാനത്തെ ഇല്ലാതാക്കുന്ന പ്രഭു, അങ്ങ് എൻ്റെ അജ്ഞാനത്തെ ഇല്ലാതാക്കിയാണല്ലോ, താങ്കൾക്ക് സമ്മതനായ സാധു എപ്രകാരമാണ് എന്ന് പറഞ്ഞു തരിക. താങ്കളുടെ മനസ്സിൽ ഒരു സാധു എങ്ങനെയാണോ ജീവിക്കേണ്ടത് അതെന്താണെന്ന് പറഞ്ഞു തരിക. നാരദൻ പോലെയുള്ളവര് ഉപയോഗിക്കുന്ന ഭക്തിമാർഗം ഏതാണെന്ന് പറഞ്ഞു തരിക. ഏറ്റവും അധികം നാരായണ നാരായണ എന്ന് ചിന്തിച്ച് കിടക്കുന്ന നാരദനാണ്. അതേപോലെയുള്ളവരെ ഫോളോ ചെയ്യുന്ന വഴികൾ എനിക്കൊന്ന് പറഞ്ഞു തരിക. അതായത് ഇനി അതുപോലെ ജീവിക്കാനാണ്. ലോകത്തെ അടക്കി നിയന്ത്രിക്കുന്നവനായ ജഗദീശ്വര, എന്നിട്ട് പറയുകയാണ്, ലോകത്തെ നിയന്ത്രിക്കുന്ന ജഗദീശ്വര, തങ്ങളെ ശരണം പ്രാപിച്ച് നമസ്കരിച്ച ഭക്തനായ എനിക്ക്, എപ്പോഴും ഞാൻ അങ്ങയെ ശരണം പ്രാപിച്ച് നമസ്കരിച്ച് ഭക്തിയോടുകൂടി ഇരിക്കുകയാണ്. ഇവയെല്ലാം ഒന്ന് പറഞ്ഞ് തന്നാൽ. 28 താങ്കൾ പരബ്രഹ്മസ്വരൂപനാണ്, താങ്കൾ പരബ്രഹ്മത്തിൻ്റെ അതെ. യഥാർത്ഥത്തിൽ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? ആ പരബ്രഹ്മം തന്നെയാണ്. ആകാശം പോലെ പ്രകൃതി അടക്കമുള്ളതിന് ശ്രേഷ്ഠനുമാണ്. ആകാശമാണ് ഏറ്റവും ശ്രേഷ്ഠം. അങ്ങ് തനിച്ചായിട്ട്, അങ്ങ് ഒറ്റക്കാണ്, അങ്ങ് ഏകനാണ്, ഈശ്വരൻ ഏകനാണ്. ധരിക്കപ്പെട്ട പരിമിതമായ ശരീരത്തോടുകൂടിയവനായിട്ട് അവതരിച്ചിരിക്കുന്നു. ഇപ്പോൾ പരിമിതമായ ഒരു ശരീര രൂപത്തിൽ അങ്ങ് വന്നിരിക്കുക. അത് കഥയിലാണ്. എന്നിട്ട് അവതരിച്ചിരിക്കുന്നു. അപ്പം 29 ഭഗവാൻ പറയുകയാണ്, അന്യരുടെ ദുഃഖം സഹിക്കാത്തവനും മറ്റുള്ളവരുടെ ദുഃഖം തൻ്റെ ദുഃഖമായിട്ട് കാണണം. ഒറ്റ പ്രാണിയെയും ഹിംസിക്കാത്തവനും, ഒരു പ്രാണികളെയും ഹിംസിക്കാൻ പാടില്ല. സഹന ശക്തിയുള്ളവനും, നല്ല സഹനശക്തിയുള്ളവരായിരിക്കണം. സത്യത്തെ ബലമായി കാണുന്നവനും, സത്യമായിരിക്കണം ബലം. ഒരാളുടെ ബലം എന്ന് പറയുന്നത് അവൻ സത്യത്തിൻ്റെ മാർഗത്തിലേ സഞ്ചരിക്കുകയുള്ളൂ. അസൂയാരഹിതനായിരിക്കണം, അസൂയൊന്നും ഉണ്ടാകാൻ പാടില്ല. സുഖദുഃഖങ്ങളെ സമമായി കാണുന്നവനും, സുഖം ഉണ്ടായാലും ദുഃഖം ഉണ്ടായാലും ഒരേപോലെ തന്നെ. സർവോപരി ആഗ്രഹങ്ങളാൽ മനക്ലേശമില്ലാത്തവനും. ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോഴാണ് മനക്ലേശം ഉണ്ടാവുക. അത് സാധിക്കാതെ വരുമ്പോൾ മനസ്സിന് ക്ലേശമുണ്ടാകും. പൂർണ്ണമായിട്ട് സാധിക്കാതപ്പോൾ മനസ്സിന് ക്ലേശമുണ്ടാകും.
എല്ലാ ഇന്ദ്രിയങ്ങളെയും ജയിച്ചവനും, നമ്മുടെ ഇന്ദ്രിയങ്ങൾ എല്ലാത്തിലും പറയുന്ന കാര്യമാണ്. കഠിനമല്ലാത്തവന്, കഠിന പ്രകൃതിയല്ലാതെ ശാന്തൻ, ചാരിത്ര്യമുള്ളവനും ദരിദ്രനും. അവനെപ്പോഴും എന്തായിരിക്കും? ദരിദ്രനായിരിക്കും. അതാണ് ഏറ്റവും പ്രധാനം. വിഷ്ണു തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ ആരെങ്കിലും ആശ്രയിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവനെ ദാരിദ്ര്യത്തിൻ്റെ പട്ടുകുടിയിലെത്തിച്ചിട്ട് കുടുംബങ്ങൾ മുഴുവൻ തെറ്റിപ്പിരിയുന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ മാത്രമേ വിരക്തി ഉണ്ടാവും, അപ്പോഴേ ബ്രഹ്മസാക്ഷാത്കാരം നേടുകയുള്ളൂ. ദുഷ്ടഫല കർമ്മങ്ങളില്ലാത്തവനും മനോനിയന്ത്രണമുള്ളവനും സ്വധർമ്മം നിഷ്ഠനും എന്നെ തന്നെ ആശ്രയിച്ചവനും സ്വന്തം ധർമ്മങ്ങളെ വിട്ട് എന്നെ ആശ്രയിച്ചവനുമാണ്. അപ്പം അവരെന്താ ചെയ്യുക? ഇങ്ങനെയുള്ളവരാണ് എൻ്റെ ശരിയായ ഭക്തർ. സ്വധർമ്മങ്ങൾ പിന്നെ അവൻ്റെ ധർമ്മങ്ങളെല്ലാം ചെയ്ത് തീർത്തിട്ട് പിന്നെ ഉപേക്ഷിച്ചു, പിന്നെ അവന് ധർമ്മങ്ങളൊന്നുമില്ല. ആ ധർമ്മം ഇനിയൊന്നും ചെയ്യാനില്ല. അങ്ങനെ വരുമ്പോഴേ അങ്ങേരെ ആശ്രയിക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ പോയി ജോലി നോക്കുമെന്ന് പറയും. നിന്റെ ജോലിയുണ്ട്, അതാദ്യം തീർത്തിട്ട് വാന്ന് പറയും. ശ്രേഷ്ഠനായ സാധു. അപ്പോൾ ഇവിടെ ഉദ്ധവര് ശ്രേഷ്ഠനായ സാധു എന്ന് പറയണം. അങ്ങ് സാധു സമാനമായിരിക്കുകയാണ്, ശ്രേഷ്ഠനാണ്. ഏതരാണ് 33. ഏതൊരാൾ ശാസ്ത്രങ്ങളാലും ഗുരുവിൻ്റെ ഉപദേശത്താലും ഏകാന്ത ഭക്തിയോടെ എന്നെ ഭജിക്കുന്നുവോ അവനാണ് ഉത്തമ ഭക്തൻ. ശ്രേഷ്ഠനായ സാധു എന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഏതൊരാൾ ശാസ്ത്രങ്ങളാലും ഗുരുവിനാൽ ഉപദേശിക്കപ്പെട്ട കാര്യങ്ങളാലും ഏകാന്ത ഭക്തിയോടെ എന്നെ ഭജിക്കുന്നുവോ അവനാണ് ഉത്തമ ഭക്തൻ. അപ്പം നീ ശരിയായ ഭക്തൻ ആണ്. 34 മുതൽ 41 വരെ എൻ്റെ ബിംബം. ഇനി നമ്മൾ ഇന്ന് കാണുന്ന ബിംബാരാധന എല്ലാം വന്നിരിക്കുന്നത് ഇനിയുള്ള ഈ ഭാഗവതത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇവർ നടപ്പാക്കിയിരിക്കുന്നത്. ബിംബം ആരാധിക്കുക. ഇത് സാധാരണക്കാരന് വേണ്ടിയിട്ട് ബിംബത്തിലൂടെ ബിംബത്തിൽ ആദ്യം നമുക്ക് സാധാരണക്കാരൻ അങ്ങനെ പറ്റും. ഏതെങ്കിലും ഒരു ബിംബം വേണം. ആ ബിംബമാണ് ഈശ്വരൻ എന്ന് ചിന്തിച്ചുകൊണ്ട് അതിൽ മനസ്സർപ്പിച്ചർപ്പിച്ച് അവസാനം അതിലേക്ക് എത്തുക. പക്ഷെ ഒന്ന് നമ്മൾ ആലോചിക്കണം, ഇതാണ് ബിംബാരാധനയിലൂടെ ഇവിടെ പറയുന്നുണ്ട്. ഇതാണ് എടുത്തിട്ട് നമ്മൾ പൂജാവിധികളെല്ലായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് എടുത്തു വെച്ചിരിക്കുന്നതെന്നൊന്ന് ചിന്തിക്കണം. എന്തിന്? കൃഷ്ണനെ ആരാധിച്ചിട്ട് നമ്മളെ കാര്യം സാധിപ്പിക്കാൻ. ഇതുവരെ പറഞ്ഞത് നമ്മളെ കാര്യം സാധിപ്പിക്കാനല്ല. ഇതിനു മുമ്പ് തന്നെ വിഷ്ണു പറഞ്ഞു കഴിഞ്ഞു, എന്നെ ഭജിക്കുന്ന ഭക്തന് ദാരിദ്ര്യത്തിൻ്റെ നെല്ലിപ്പടക ഉണ്ടാക്കി ഒന്നുമില്ലാതാക്കിയിട്ട് അപ്പോൾ അവൻ്റെ വീട്ടുകാരെല്ലാം അവനെ ഉപേക്ഷിച്ചു പോകും. അപ്പോൾ വിരക്തി ഉണ്ടാകും. അപ്പോഴാണ് തോന്നുന്നത്, ഈ ഭാര്യയും മക്കളും എല്ലാം കണക്ക് തന്നെ, തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ എന്ന് വെച്ച് വിരക്തി ഉണ്ടായി എന്തു പോകും? ബ്രഹ്മസാക്ഷാത്കാരം. അങ്ങനെയുള്ള ഭക്തിക്ക് വേണ്ടിയ വഴിയാണ് ഇത് ഉപദേശിക്കുന്നത്. അല്ലാതെ പൂജയും മന്ത്രങ്ങളും നടത്തിയിട്ട് എല്ലാം വാരി കിട്ടാനൊന്നുമല്ല. അത് ഭക്തന്മാർക്ക് പോലും, ഈ പൂജ നടത്തുന്ന ആൾക്കാർക്ക് പോലും മനസ്സിലായിട്ടുണ്ട് ഇതുകൊണ്ടൊന്നുമില്ല, എന്തെങ്കിലും ഇതിൻ്റെ പേരിൽ കിട്ടുന്നുണ്ടെങ്കിൽ അടിച്ചെടുക്കുക എന്നുള്ള ചിന്താഗതി വെച്ച് നമുക്കിപ്പോൾ ഓരോ ക്ഷേത്രത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, പാവങ്ങളായ ജനങ്ങളെടുത്ത് നിന്ന് കിട്ടുന്ന പൈസ അടിച്ചുകൊണ്ടുപോയി ബിംബത്തെ തന്നെ ഇളക്കിക്കൊണ്ടാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോകും. ആദ്യം കൊടിമരത്തിൻ്റെ മേലെയുള്ളത് അതെല്ലാം എടുത്തുകൊണ്ടുപോകും. പിന്നെ അവസാനം ആരും നോക്കുന്നില്ല എന്ന് കഴിഞ്ഞാൽ പിന്നെ അവസാനം ബിംബം എടുത്ത് വെച്ചിട്ട് പ്ലാസ്റ്റിക് ബിംബം അതേമാതിരി ഇപ്പം കിട്ടുമല്ലോ. എന്ത് ഡ്യൂപ്ലിക്കേറ്റ്, നോട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്നു, തിരിച്ചറിയാൻ പറ്റും. പിന്നെ ഒരു ബിംബം ഉണ്ടാക്കാനാണ് വഴി. കളിമണ്ണ് കൊണ്ട് നല്ലൊരു ബിംബം അതേപോലെ കുറച്ച് കോട്ടിങ് എല്ലാം ചെയ്താൽ മതി. ഇത് ചെയ്യുന്ന ആരാണ്? ആത്മീയത്തിൻ്റെ തലപ്പത്തിരിക്കുന്നത്. ഞാൻ ദൈവത്തിൻ്റെ അടുത്താണെന്ന് പറഞ്ഞിരിക്കുന്നവർ.
ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഭാഗവതം പറയുന്ന ഇതാണ് സത്യം. ആ ബിംബാരാധനയുടെ ബിംബം എന്ന് പറയുന്നതൊന്നും കാര്യമില്ല. അത് അവർക്ക് ബോധ്യമായിട്ടുണ്ട്. എപ്പോഴും പൂജിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കെല്ലാം ബോധ്യമായിട്ടുണ്ട് ഇതിൽ വേറെ കാര്യമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ പേരിൽ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ അടിച്ചു മാറ്റുക, അത് തന്നെ എടുത്ത് മാറ്റുക. ഇതാണ് അവർക്ക് തന്നെ ബോധ്യമായിരിക്കുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇത് തന്നെയാണ് ഭാഗവതം പറയുന്നത്. ഭാഗവതം ഈ പൂജ പറഞ്ഞിരിക്കുന്നത് അതിനു വേണ്ടിയല്ല. ഇനി വരുന്ന ഈ പൂജാ മാർഗങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ മനസ്സിനെ എല്ലാം ആ ബിംബത്തിലേക്ക് ആവാഹിച്ചിട്ട് പിന്നെ നേരെ ഈ ബിംബം തന്നെയാണ് ശ്രീഹരിയിലേക്ക് എത്തി വിരക്തി ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ വല്ലതും ഇങ്ങോട്ട് കിട്ടാന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല എന്നൊക്കെ ശ്രീഹരി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇനി. എൻ്റെ ബിംബം എൻ്റെ ഭക്തന്മാരായ ജനങ്ങൾ, അതായത് ഭക്തിയുള്ള ജനങ്ങൾ, ഇവരെ ദർശിക്കുക. അതായത് ആത്മീയ ഗുരുക്കന്മാർ നമ്മളിപ്പം ചെയ്യുന്നുണ്ട്, ആത്മീയ ഗുരുക്കന്മാരെ ദർശിക്കുന്നുണ്ട്. പക്ഷെ അവരെ മനസ്സിലിരിപ്പം എന്താണ്? എൻ്റെ ഭക്തരായ ജനങ്ങൾ. എൻ്റെ ഭക്തരായ ജനങ്ങളെ സ്വഭാവം എന്തായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അവർക്കും ഒന്നിലും താല്പര്യമില്ലാതെ എല്ലാം ഉപേക്ഷിച്ച് വരുന്നവരാണ്. അല്ലാതെ ഞാൻ ദൈവത്തിൻ്റെ അച്ഛനാണ് അല്ലെ രക്ഷാധികാരിയാണെന്നൊന്നും പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. എൻ്റെ ഭക്തന്മാരായ ജനങ്ങൾ എന്നെ ദർശിക്കുക, സ്പർശിക്കുക, പൂജിക്കുക, പരിചരിക്കുക, സ്മരിക്കുക, വന്ദിക്കുക, ചരിത്രങ്ങളെ പറയുക, എൻ്റെ കഥകൾ കേൾക്കുക, എന്നെ ധ്യാനിക്കുക. എന്നെ ധ്യാനിക്കുക, എൻ്റെ കഥകൾ കേൾക്കുക. വെടിക്കൊരു ബിംബം എടുത്ത് വെച്ചോ, പൂജിച്ചോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ മനസ്സെന്തിലാണ്? ശ്രീഹരിയിൽ. ആ ബിംബത്തിൽ ദർശിക്കുക. ആ ബിംബത്തിൽ ദർശിക്കുന്നതിന് തെറ്റൊന്നുമില്ല. എല്ലാ ബിംബവും ആ ശ്രീഹരി തന്നെയാണ്. അതിനെന്താ കുഴപ്പം? വേണമെങ്കിൽ എന്നെയും ഭരിക്കാം. ഞാനും ശ്രീഹരിയാണെന്ന് വിചാരിച്ചാൽ മതി. സത്യമാണ്, ഞാനും ശ്രീഹരി തന്നെയാണ്. ഇവരെ സ്വയം ധരിക്കാനാണ് നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അവരവരെ തന്നെ ഞാൻ ശ്രീഹരിയാണെന്ന് വിചാരിച്ചാൽ മതി. അല്ല കല്ലെടുത്തിട്ട് ശ്രീഹരിയാണെന്ന് വിചാരിച്ചാൽ മതി. നമ്മളിപ്പോൾ യുക്തിവാദികൾ ഡിങ്കനെയാണ് ആരാധിക്കുന്നത്. അത് തന്നെയാണ് ശരി. ഡിങ്കൻ എന്താണ്? ദൈവമല്ലേ. ഡിങ്കനും ദൈവമാണ്. അവർ ആത്മാർത്ഥമായിട്ട് അതിനെ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ഗുണം കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നിരീശ്വരവാദികൾ, യുക്തിവാദികൾ എപ്പോഴും അദ്ദേഹത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോൾ ആ ബന്ധം കൊണ്ടിട്ട് അവരാണ് ബ്രഹ്മസാക്ഷാത്കാരം ആദ്യം കിട്ടുമെന്ന് വേദം പറഞ്ഞു വെച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഡിങ്കൻ ആരാധിക്കാൻ നാരായണ ഗുരുസ്വാമി എന്താണ് ചെയ്തത്? വെള്ളത്തിൽ നിന്ന് കിട്ടുന്ന കല്ലെല്ലാം എടുത്ത് വെച്ച് ഇത് ആരാധിച്ചോ. ആ കല്ല് തന്നെയാണ് ഈശ്വരൻ. കണ്ണാടി എടുത്ത് കൊടുക്കുന്ന പിടിച്ചോന്ന് കണ്ണാടി ഈശ്വരനാണ്. യുക്തിവാദികൾ ഡിങ്കനെ എടുത്തിട്ട് ആരാധിക്കുന്നത് എന്താ കുഴപ്പം? അത് ഈശ്വരൻ തന്നെയാണ്. പക്ഷെ അതിൽ മനസ്സർപ്പിക്കണം. എന്തെടുത്ത് വെച്ചാലും കുഴപ്പമില്ല. ഭരതൻ രാമന്റെ ചെരുപ്പ് എടുത്ത് വെച്ചിട്ടല്ലേ ആരാധിച്ചിരുന്നു. ചെരുപ്പും മതിയെന്ന്. അതിലും ബ്രഹ്മത്തെ ദർശിക്കാൻ പറ്റുമെങ്കിൽ, ചെരുപ്പിലും ബ്രഹ്മത്തെ ദർശിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളാണ് ഏറ്റവും വലിയ ഭക്തൻ. കാരണം ഭേദഭാവമില്ല. ആ ലെവലിലേക്ക് നമ്മൾ ഉയരണം. ഏറ്റവും നീചമാണെങ്കിലും ബ്രഹ്മത്തെ കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ ഉയർന്നുയർന്നു വരികയാണ് മാനസികരമായിട്ട്. എന്നിട്ടോ തനിക്ക് ലഭിക്കുന്ന എല്ലാം എനിക്ക് സമർപ്പിക്കുക. അതെല്ലാം പറയുന്നുണ്ട്. എന്തെങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എല്ലാം അതിന് കൊടുത്തേക്കുക. ഒരു അവസാനം രാവിലെ വൈകുന്നേരം പോയിട്ട് നമുക്ക് ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ എന്താ പിടിച്ചോ, ആ ബിംബത്തിന് കൊടുക്കുക. എനിക്ക് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ വേറെ ആക്കല്ല. അമ്പലത്തിലെ ബിംബത്തിന് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വേറെ ആൾ അടിച്ചു കൊണ്ടുപോകും. അവരവരെ വീട്ടിലൊരു ബിംബം വെച്ചോന്ന്, എന്നിട്ട് അവിടെ കൊണ്ടിടുക. എന്നാ പിടിയെന്നും പറഞ്ഞിട്ട് അവിടെ കൊടുക്കുക. എന്നിട്ട് ആ ബിംബം എടുത്ത് അതിൻ്റെ മേലെ വെക്കുക. ആ സ്വർണം വെച്ചിട്ട് അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ ഒരു പെട്ടി വെച്ചിട്ട് മുമ്പിൽ വെച്ചിട്ട് കിട്ടുന്ന പൈസ എല്ലാം ബിംബത്തിൽ കൊണ്ടിട്ട് കൊടുക്കണം. അല്ലാതെ ഭാര്യ മക്കൾക്കൊന്നും കൊടുക്കരുത്. മാസത്തിൻ്റെ അവസാനം ശമ്പളം കിട്ടുമ്പോൾ സ്ത്രീകളാണല്ലോ അധികം. സ്ത്രീകൾ ജോലിയുള്ളവരാണ്. ശമ്പളം കിട്ടുമ്പോൾ ഭർത്താവിനൊന്നും കൊടുക്കരുത്. ഭർത്താവ് അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് കൊണ്ടിട്ട് കൊടുത്തോളൂ. ബിംബത്തിൽ വേണ്ടിക്കില്ല.
എല്ലാം ഇവിടെ പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷെ അതിൻ്റെ എല്ലാം ആന്തരാർത്ഥം മനസ്സിലാക്കണം. എന്നാൽ ഭർത്താവിന് കൊടുക്കണ്ടെന്ന് ഭാഗവതം പറഞ്ഞിട്ടില്ല. ഭാഗവതം വേർത്തിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളെ കാണപ്പെട്ട ദൈവം ഭർത്താവാണ്. അതുകൊണ്ട് എൻ്റെ അടുത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ ഭർത്താവിൻ്റെ കൈമ കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ ഭർത്താവാണ് ദൈവം, കാണപ്പെട്ട ദൈവം, വേറെ ദൈവമൊന്നുമില്ല. ഞാൻ തന്നെയാണ് ഭർത്താവായിട്ട് വന്നിരിക്കുന്നത്, അതും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അല്ല, ഇനി അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഒരു ബിംബം വെച്ചിട്ട് മുമ്പിലൊരു പെട്ടിയും വെച്ചിട്ട് അതിൻ്റെ അകത്ത് കൊണ്ടിട്ട് ഇതിൻ്റെ വേറെ കൊടുത്തേക്കുള്ളൂ. വേറെ കൊടുത്തു കഴിഞ്ഞാൽ അമ്മമാർ അടിച്ചുകൊണ്ട് പോകും. ആ കൃഷ്ണൻ അടിച്ചുകൊണ്ട് പോവില്ല, അടിച്ചുകൊണ്ട് പോവില്ല കൃഷ്ണൻ. മറ്റുള്ളവർ അടിച്ചു കൊണ്ടുപോകുന്നുണ്ടാകും കുഴപ്പം. എന്നിട്ട് എല്ലാ വേറെ ആൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അമ്പലത്തിൽ കിട്ടിയാൽ അതും ആ കൃഷ്ണൻ്റെ മുമ്പിൽ വെക്കുകയാണെന്ന് കുഴപ്പമില്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന എണ്ണ പാത്രത്തിലാക്കിയിട്ട് 100 രൂപയായിട്ട് വിൽക്കുകയാണ്. എന്നിട്ട് കോടികൾ വരികയാണെന്ന് കോടതി തന്നെ നിരീക്ഷിച്ചതായിട്ട് എന്തോ പേപ്പറിലൊക്കെ ഉണ്ട്. ഭക്തര് കൊടുക്കുന്ന എണ്ണ വേറൊരു ഫാക്ടറി, എണ്ണ ഫാക്ടറി, കൊപ്ര തേങ്ങ ഉടക്കുമല്ലോ, തേങ്ങ ഫാക്ടറി, അവിടെ ഒരു മെഷീനും കൂടിയും വെച്ചാൽ ഈ ഉടക്കുന്ന തേങ്ങയെല്ലാം എടുത്തിട്ട് ഒരു മെഷീൻ പൊടിയാക്കുന്ന തേങ്ങ പൊടിക്ക് നല്ല വിലയാണ്. ഇത് വേറൊരു ഫാക്ടറി, അവിടെ എണ്ണ ഫാക്ടറി, നെയ് ഫാക്ടറി, വെളിച്ചെണ്ണ ഫാക്ടറി, എന്തെല്ലാമാണ് നിവേദിക്കുക അതെല്ലാം. പിന്നെ പഴങ്ങളെല്ലാം കൊണ്ട് നിവേദിക്കുകയാണെങ്കിൽ അവിടെ ജാം ഫാക്ടറി. എന്നിട്ട് ആ കിട്ടുന്ന പൈസ കൃഷ്ണനെല്ലാം കൊടുക്കുക. അതെല്ലാം അടിച്ച് വിട്ടുകൊണ്ടു എന്നല്ല ഭാഗവതം പറയുന്ന അതിൻ്റെ ബേസിലാണ് ഈ സംസാരിക്കുന്നത്. എനിക്ക് സമർപ്പിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ വേറെ ആർക്കും അല്ല. അതിനെന്ത് വേണം? വീട്ടിൽ നിന്ന് ബിംബം വെച്ചാൽ മതി. പിന്നെ ഈ പൈസ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ്? അതാണ് പറഞ്ഞത്, നല്ല പ്രാക്ടിക്കലായിട്ടുള്ള പരിപാടി. ഭർത്താവിനും ദൈവമായി കൊണ്ടുകൊണ്ട് നേരെ ഭർത്താവിനെ കൊണ്ട് കൊടുത്തു. ഭർത്താവിന് വേണ്ടിക്ക് ഭാര്യയ്ക്കും കൊടുക്കാം, കുഴപ്പമില്ല, ഭാര്യ ദൈവം തന്നെയാണ്. എനിക്ക് സമർപ്പിക്കുക, ദാസൻ അടിമ എന്ന നിലയിൽ സമർപ്പിക്കുക. ഞാൻ ദാസനാണ്, അടിമയാണ് എന്ന നിലയിൽ എനിക്ക് സമർപ്പിക്കുക. ബിംബം വെച്ചിട്ട് കൊടുക്കാനാണ് പറയുന്നത്. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ബിംബം വെച്ച് കൊടുക്കുക. ഈ കൊടുക്കുന്നതിൻ്റെ പകരമായിട്ട് എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ പിച്ചക്കാരനായി വരികയാണ്. കിട്ടുന്ന ശമ്പളം മുഴുവൻ എടുത്ത് ഈ ബിംബത്തിൻ്റെ മുമ്പ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെന്തായി മാറും? പിച്ചക്കാരനായി ദാരിദ്ര്യമായിട്ട് വരും. എടുക്കാൻ സമ്മതിക്കരുത്. അപ്പം ഭാര്യയും മക്കളെല്ലാം ഇട്ടെറിഞ്ഞ് പോയിക്കോളും. നിങ്ങൾ കിട്ടുന്ന ശമ്പളം മുഴുവൻ ഇവിടെ കൊണ്ടുപോയി അട്ടി വെച്ച് കഴിഞ്ഞാൽ അത് ദൈവത്തിന് കൊടുക്കുകയാണ് തുടരുന്നതെന്ന് പറയണം. അപ്പോൾ നിങ്ങൾ പിച്ചക്കാരനായി വരികയും പിന്നെ ഇത് എടുക്കാനും പറ്റില്ല. നിങ്ങൾ പിച്ചക്കാരനായി വരികയും ചെയ്യും, ഭാര്യയും മക്കളെല്ലാം കളഞ്ഞിട്ട് പോവുകയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് വിരക്തിയും വരികയും ചെയ്യും, ബ്രഹ്മസാക്ഷാത്കാരം നേടുകയും ചെയ്യും. ജന്മാഷ്ടമി പോലുള്ളവ ആഘോഷിക്കുക. ഇങ്ങനെയെല്ലാം ഈ ജന്മാഷ്ടമി എല്ലാം വന്നിരിക്കുന്നത്. പാട്ട്, നൃത്തം, വാദ്യങ്ങൾ മുതലാവയോടെ എൻ്റെ ആലയങ്ങളിൽ ഉത്സവം ആഘോഷിക്കുക. എന്നിട്ട് ഉത്സവമായിട്ട് ആഘോഷിക്കാം, കുഴപ്പമില്ല, എൻ്റെ ആലയങ്ങളിൽ. എന്നിട്ടോ എൻ്റെ ക്ഷേത്രങ്ങളിലേക്ക് തീർത്ഥയാത്ര ചെയ്യുക. വർഷകാലത്തിലെ ചതുർമാസത്തിലെ ഏകാദശിയിൽ പുഷ്പനിവേദ്യങ്ങളെല്ലാം സമർപ്പിക്കുക. വേദോക്ത ദീക്ഷയെടുക്കുക. ഏകാദശി പോലുള്ള വ്രതമനുഷ്ഠിക്കുക. ഇതെല്ലാം കണ്ടിട്ടാണ് ഇപ്പുറം ഉണ്ടായിട്ട് അനുഷ്ഠിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ചോദ്യം. എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ മോക്ക് കല്യാണം നടക്കണം, എനിക്ക് ജോലിയിൽ പ്രമോഷൻ കിട്ടണം, എൻ്റെ ഒരു ജോലി കിട്ടണം, അവൻ്റെ എൻ്റെ ശത്രുവായ അവൻ കുത്തുവാള എടുക്കണം. ഇതെല്ലാണ് ദൈവത്തോട് ആവശ്യപ്പെടുന്നത്. ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ്? ആത്മീയതയിലേക്ക് പോകാനുള്ള വഴികളാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ വിഗ്രഹ പ്രതിഷ്ഠയിൽ ശ്രദ്ധയുണ്ടായിരിക്കുക. പൂന്തോട്ടം, പഴത്തോട്ടം, ക്രീഡാസ്ഥലം, ആലയം മുതലാവ
തനിച്ചോ മറ്റുള്ളവരോടൊത്ത് നിർമ്മിക്കുക. നല്ല ക്രീഡാ സ്ഥലങ്ങൾ, കളിക്കാനുള്ള സ്ഥലങ്ങൾ, പൂന്തോട്ടങ്ങൾ എല്ലാം നിർമ്മിക്കുക മറ്റുള്ളവരോടൊത്ത് കൂടിയിട്ട്. പ്രകൃതിപരമായിട്ട് ഉപകാരപ്രദമായ കർമ്മങ്ങൾ ചെയ്യുക. ചൂലുകൊണ്ട് അടിച്ചു വാരി ചാണകം മെഴുകി ജലം തളിച്ച് സർവതോഭദ്രം എന്ന കോലം വരക്കുക. ഇതെല്ലാം കണ്ടിട്ട് ഈ കോലം വരക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണിത്? ബ്രഹ്മസാക്ഷാത്കാരം നേടാൻ. ദാസനെ പോലെ കപടതയില്ലാതെ എൻ്റെ ആലയത്തിൽ കർമ്മം ചെയ്യുക. എന്നിട്ടെന്ത് വേണം? തെറ്റുകൾ പറയാതിരിക്കുക. മറ്റുള്ള ദേവതകൾക്ക് നിവേദിച്ചത് എനിക്ക് തരരുത്. മറ്റുള്ള ദേവതകൾക്ക് കൊടുത്തിട്ട് കൊണ്ടുപോയിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവരരുത്. അവർക്ക് അർപ്പിച്ച ദീപം എനിക്കർപ്പിക്കരുത്. കാരണം മറ്റുള്ളൊന്നും ദൈവങ്ങളല്ല, അതിനൊന്നും കണക്ക് കൂട്ടിയിട്ടില്ല. അതിൻ്റെ അടുത്ത് പോയിട്ട് എൻ്റെ അടുത്ത് വരരുത്. എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ എൻ്റെ കൊണ്ടുള്ള പരിപാടി മാത്രം മതി, വേറെയുള്ളവരൊന്നും വേണ്ട. അത് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഉപാസിക്കാൻ ശ്രീഹരി മാത്രമേ ഉള്ളൂ. ഇതിനു വേണ്ടിയിട്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിന്. എനിക്ക് ഈ ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എനിക്ക് വേണ്ടിയിട്ട് നൽകുക. നിങ്ങളെ കൈമൽ എന്ത് ശ്രേഷ്ഠമായിട്ടുള്ളതെല്ലാം എനിക്ക് നിർമ്മിക്കുക. ഈ ബിംബം വെച്ചിട്ട് അവൻ്റെ അകത്ത് ഇട്ടാൽ മതി, പിന്നെ തുടരുത്. എനിക്ക് ഏറ്റവും ഇഷ്ടമായതെല്ലാം അവിടെ നിർവഹിക്കാം, കുഴപ്പം എല്ലാം എനിക്ക് തരാം. അതായത് ഇതിലൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാം എനിക്ക് വേണ്ടിയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി അർപ്പിക്കുകയാണ്. ഇങ്ങനെ ബിംബത്തിൽ അർപ്പിച്ച് അവസാനം നിങ്ങൾ മനസ്സ് ഏതിൽ പോയി ചേരും? ശ്രീഹരിയിലേക്ക്. വീട്ടുകാരെല്ലാം മറക്കും. ഒന്നും വീട്ടുകാർക്ക് കൊടുക്കാനല്ല പറയുന്നത്, എല്ലാം എനിക്ക് അർപ്പിക്കുള്ളൂ. എന്നിട്ടോ അത് ഫലപ്രദമായി ഭവിക്കും, നിങ്ങളുടെ ഉദ്ദേശം സാധിക്കും. 42. സൂര്യൻ, അഗ്നി, ബ്രഹ്മ, ബ്രാഹ്മണൻ, പശുക്കൾ, വിഷ്ണുഭക്തർ, ആകാശം, കാറ്റ്, ജലം, ഭൂമി, സകല പ്രാണികൾ. എല്ലാ പ്രാണികളും എന്ന് പറഞ്ഞാൽ പിന്നെ ജീവജാലങ്ങളൊന്നും ഒഴിഞ്ഞിട്ടില്ല. എല്ലാം പൂജാർത്ഥമായ സ്ഥാനങ്ങളാണ്. നിങ്ങൾ പൂജിക്കാൻ പറ്റിയ സ്ഥാനങ്ങൾ ഈ പ്രപഞ്ചത്തിലൂടെ എല്ലാം നിങ്ങൾക്ക് പൂജിക്കാം. കാരണം എല്ലാം ഞാനാണ്. സൂര്യാദികളിൽ വേദത്രയങ്ങളാൽ അതായത് 3 വേദങ്ങളിലൂടെ അഗ്നിക്ക് ഹവിസ്സർപ്പിക്കുക. സൂര്യാദികളിൽ വേദമന്ത്രങ്ങൾ ചൊല്ലുക, അഗ്നിക്ക് ഹവിസ്സർപ്പിക്കുക. മഹാബ്രാഹ്മണർക്ക് അതിഥി സൽക്കാരം. മഹാബ്രാഹ്മണർക്ക് എന്ന് പറഞ്ഞാൽ ശാസ്ത്രജ്ഞന്മാരാണ്. അവർ ജീവിതത്തെപ്പറ്റി ചിന്തിക്കാതെ ഗവേഷണം നടത്തുന്നവരാണ്. അവർ നമ്മൾ അങ്ങോട്ട് പോയിട്ട് വേണ്ടത് അവരാഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണം. അതായത് ശാസ്ത്രജ്ഞന്മാർ വേണ്ട. ഇപ്പം ഈ നാട്ടിൽ തന്നെ ചിന്തിക്കാനും കഴിവുള്ള എത്രയോ ആൾക്കാരുണ്ട്, ഗവേഷണം നടത്തണമെന്ന് താല്പര്യമുള്ള. പക്ഷേ പണമുണ്ടാവില്ല, എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ളവർക്ക് നമ്മൾ അകമഴിഞ്ഞ് സഹായിക്കണം. അവർ പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാക്കട്ടെ, അതിനെ പ്രേരിപ്പിക്കണം. അതാണ് പശുവിന് തളിർപ്പുല്ല് കൊടുക്കുക. പശുവിന് എന്ത് ചെയ്താൽ മതി? നല്ല പുല്ല് പറിച്ചു കൊടുത്തേച്ചാൽ മതി. ഇവയാൽ എന്നെ പൂജിക്കുക. ഇങ്ങനെ പൂജിച്ചാൽ മതി. പിന്നെ 44-45. വിഷ്ണു ഭക്തനെ ബന്ധുവെ പോലെ ബഹുമാനിക്കുക. വിഷ്ണുവിൽ ഭക്തിയുള്ളവർ, ഇതേ വർഗത്തിൽപ്പെട്ടവർ എല്ലാം ഉപേക്ഷിച്ചിട്ട് വിഷ്ണുവിന് വേണ്ടി നടക്കുന്നവരിൽ ഭക്തി അർപ്പിക്കുക, ബഹുമാനിക്കുക. ഹൃദയകോശത്തിൽ ധ്യാനം, നമ്മളെ ഹൃദയത്തിലേക്ക് ധ്യാനിക്കുക. വായുവിൽ പ്രാണനെ അർപ്പിക്കുക. ജലത്തിൽ ജലതർപ്പണം, മൂലാവിൽ തർപ്പണം ചെയ്യുക. ഭൂമിയിൽ മന്ത്രന്യാസം. ശരീരത്തിൽ ആത്മാവിനെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. ഇങ്ങനെ എല്ലാറ്റിലും ഇരിക്കുന്ന എന്നെ, ഇങ്ങനെ എന്തിലെല്ലാം ഇരിക്കുന്നു അതിലെല്ലാം എന്നെ സമഭാവനയോടെ പൂജിക്കണം. ഇതെല്ലാം ഈ പ്രപഞ്ചത്തിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. സാധാരണ ജനങ്ങളടക്കം പറഞ്ഞല്ല, എല്ലാ പ്രാണികളും അതിലെല്ലാം എന്നെ ദർശിച്ചുകൊണ്ട് പൂജിക്കുക. പട്ടീനെയും പൂജിക്കാം, പൂച്ചേനെയും പൂജിക്കാം, ഈച്ചേനെയും പൂജിക്കാം. എല്ലാത്തിനും എന്നെ ദർശിച്ചുകൊണ്ട്.
എവിടത്തേക്കാണ് കൊണ്ടുപോകുന്നത്? എല്ലാം ഭേദഭാവമില്ലാതെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സെന്താവും? എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ ബിംബത്തിൽ നിന്ന് തുടങ്ങി വരും. അതാണ് എത്തിച്ചേരേണ്ടത് അവസാനം. എന്നിട്ട് 46 ഏകാഗ്രനായി ശംഖ് ചക്രം ഗദ താമരപ്പൂവയോടുകൂടിയ 4 കൈകളാൽ എന്നെ ധ്യാനിക്കുക. ഇരുന്നിട്ട് മനസ്സിൽ ധ്യാനിക്കുമ്പോൾ, വെറുതെ ഇരിക്കുമ്പോൾ കയ്യിൽ ഇങ്ങനെ 4 ഉള്ള ആ രൂപത്തെ ദർശിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ ദർശിച്ച് കഴിയുമ്പോൾ പിന്നെ രൂപത്തെ ആവശ്യമില്ല. നേരെ ശ്രീഹരിയിലെ താഴെ ഒന്നുമില്ലാതെ ആ ബ്രഹ്മത്തിൽ മനസ്സിനെ കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം 4 കൈകളുള്ള രൂപത്തിലേക്ക് ഒതുക്കി. അതിനു മുമ്പിൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിലും എന്നെ ദർശിക്കാൻ പറഞ്ഞു. ഇതിൻ്റെ അടുത്ത വഴിയിൽ എന്ത് പറയുന്നു? കണ്ണും കൂട്ടിയിട്ട് ഈ 4 രൂപമുള്ള ശ്രീഹരിയിൽ ദർശിക്കുക. 4 കൈകളുള്ള ഇന്ന കൈകൾ ഇന്നതാണെന്ന് ധരിച്ചുകൊണ്ട് അതിൽ ദർശിക്കുക. പിന്നെ അതിനെ അങ്ങ് കളയണം. ഏതൊരാൾ എന്നെ ഇങ്ങനെ ഏകാഗ്ര ചിത്രനായി അഗ്നിഹോത്രം മൂലാവയാലും കിണർ കുളം മൂലാവ കുളിച്ച് എന്നെ പൂജിക്കുക. നാട്ടുകാർക്ക് വേണ്ടി കിണറൊന്നും കുളിച്ചു കൊടുക്കുക. അന്നത്തെ കാലത്ത് വെള്ളം കിട്ടുക വലിയാണ്. കിണർ കുളമെല്ലാം കുഴിച്ചു കൊടുക്കുക. അന്നത്തെ കാലം ഇതെല്ലാം പ്രധാനമാണ്. അവൻ എന്നിൽ ഉത്തമ ഭക്തനായിത്തീരും. അതായത് എല്ലാ കർമ്മവും ഇത്തരത്തിൽ ചെയ്യുക. അവൻ സാധുജനങ്ങളെ സേവിച്ചാൽ എൻ്റെ സാക്ഷാത്കാരം നേടും. അവര് പാവങ്ങളെ സേവിക്കണം. അപ്പോൾ എൻ്റെ സാക്ഷാത്കാരം നേടും. കാരണം പാവങ്ങൾ, പിച്ചക്കാരുകൾ, അവരെ സേവിക്കുക. അവരിൽ ഈശ്വരനെ കാണാൻ ശ്രമിക്കുക. റോഡിൽ കിടക്കുന്ന പിച്ചക്കാരുണ്ടല്ലോ, തെണ്ടി നടക്കുന്നവർ, അവരിൽ നമ്മൾ ഈശ്വരനെ കാണാൻ ശ്രമിക്കുക. സജ്ജനങ്ങളെ സേവിക്കുന്നത് കൊണ്ട് ഭക്തി സിദ്ധിക്കുന്നു എന്ന് മാത്രമല്ല, അങ്ങനെയുള്ള എല്ലാ സജ്ജനങ്ങളെയും സേവിക്കുന്നത് കൊണ്ട് ഭക്തി ലഭിക്കുന്നു എന്ന് മാത്രമല്ല, സംസാര സാഗരത്തെ മറികടന്നിട്ട് ഇതിലും സംസാരമാകരത്തെ മറികടക്കാൻ ഇതിലും എളുപ്പ വഴി ഇല്ല. നമ്മുടെ ഈ ജീവിതത്തെ മറികടക്കാനുള്ള ഏറ്റവും നല്ല വഴി എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിച്ചോളുക. അപ്പോൾ നമ്മൾ എല്ലാം ബ്രഹ്മമായി കാണാൻ പറ്റും. ഞാൻ തന്നെ സാധുജനങ്ങൾക്ക് ഉത്തമമായ ആശ്രയം. എല്ലാ സാധുജനങ്ങളുടെയും ഉത്തമമായ ആശ്രയം ഞാനായിരിക്കണം. 49 ഇനി ഉത്തമമായത് പറയാം. ആരോട്? ഉദ്ധവരോട് പറയാണ്. ഇത് രഹസ്യമാകുന്നു. എന്തുകൊണ്ടാണ് രഹസ്യമായി പറയുന്നത്? ഉദ്ധവരെ ഒന്ന് പറയുകയാണ്. കൃഷ്ണനെന്തില്ല, അല്ലെങ്കിൽ സ്വീകരിക്കുന്നില്ല, ഭേദഭാവമില്ല. അതുകൊണ്ട് ഒരാളോട് കേട്ടിട്ട് നീ നല്ലതെന്ന് പറയുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഇത് രഹസ്യമാകുന്നു, കേൾക്കുക. വളരെ രഹസ്യമാണെങ്കിലും പറയാം. വളരെ രഹസ്യമാണ്, പറയാൻ പാടില്ല, എന്നാലും ഞാൻ പറയാം. നീ എനിക്ക് ദാസൻ, നല്ല മനസ്സിയായ സഖാവാണ്. നീ എനിക്ക് ദാസനാണ്, നല്ല മനസ്സിയായ സഖാവാണ്. ആരോടാണ് പറയുന്നത്? ഉദ്ധവരോട്. അപ്പം എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവൻ നീയാണ്. പക്ഷേ ഇത് രഹസ്യമാണ്, ആരോടും പറഞ്ഞു കേൾക്കരുത്. കാരണം പറഞ്ഞാൽ എന്താ കുഴപ്പം? ആഹാ, കൃഷ്ണന് പക്ഷഭേദമുണ്ട്. ഭാഗവതി ഇതുവരെ പറഞ്ഞ് എനിക്ക് പക്ഷമില്ല മറ്റുമില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഇത് രഹസ്യമായിട്ട് ഇവനോട് പറയുമെങ്കിൽ നാളെ നമ്മളും ഇതേമാതിരി ആഴ്ചയെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതേമാതിരി എല്ലാം ഉപേക്ഷിച്ചിട്ട് ബ്രഹ്മമേ ശരണമേ എടുത്ത് പറഞ്ഞാൽ നമ്മളോട് തന്നെ പറയും, പ്രമോദൻ വേറെ ആരോടും പറഞ്ഞേക്കരുത്, ഇത് വളരെ രഹസ്യമാണ്. എന്താണ് എന്ന് വെച്ചാൽ, നീ എനിക്ക് ദാസനാണ്, ഞാൻ നീ നല്ല മനസ്സിയായ സഖാവാണ്. ഇതാരോട് പറയും? പ്രമോദോട് പറയും. നാളെ നിങ്ങളും പോയാൽ നിങ്ങളോട് ഇത് തന്നെ പറയും. പക്ഷെ അതുകൊണ്ടാണ് രഹസ്യമായിട്ട് പറയുന്നത്.
വേറെ ആൾ കേൾക്കാൻ പാടില്ല. അവനോടേ പറയും. നമ്മളും ഇതേപോലെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളോടും പറയും. അപ്പം പക്ഷഭേദം കൊണ്ടു വന്നിട്ട് ഒരു പക്ഷഭേദമില്ല. പക്ഷേ നമ്മൾ പോകുന്ന വഴി ശരിയായാണെങ്കിൽ നമ്മളെ സഖാവായിട്ട് അംഗീകരിക്കും.